നിറഞ്ഞ സ്കൂളിൻ്റെ HM സ്നേഹം നിറഞ്ഞ മറ്റ് സിസ്റ്റേഴ്സ്, അധ്യാപകർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്വാഗതം ആശംസിച്ച എൻ്റെ റോയി, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന PTA പ്രതിനിധികൾ, മാതാപിതാക്കന്മാർ, എല്ലാവർക്കും ആദ്യം തന്നെ കേരള പോലീസിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞങ്ങളുടെ പോലീസുകാർക്കൊന്നും ഇങ്ങനെ കൈകരിക്കാറില്ല അല്ലേ? ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും അൽഫോൻസാമ്മയുടെ മണ്ണിലേക്ക് ക്ലാസ്സുകൾ എടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ അഭിമാനിക്കുന്നു. കഴിഞ്ഞ ആഴ്ച താഴെ LP സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി അവിടെ പേരൻസിൻ്റെ മീറ്റിങ്ങിന് ഞാൻ തന്നെയാണ് വന്നത്. അത് രാവിലെ കൂടുതലൊരു സ്കൂളിലെ ക്ലാസ് ആയിരുന്നു. അവിടെ കഴിഞ്ഞ് ഇന്ന് ഉച്ചകഴിഞ്ഞ് കുറേ നാളുകളായിട്ട് എനിക്കെൻ്റെ ജോലിയെല്ലാം പെൻഡിങ് കിടക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പോലീസുകാരനാണെന്ന് തന്നെ ചിലപ്പോൾ ഓർത്തു പോവുകയാണ്. കാരണം പോലീസിൻ്റെ പണി ചിലപ്പോൾ നേരമില്ല. ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ആളായി മാറിയിരിക്കുകയാണ്. എല്ലാ ദിവസവും 4 ക്ലാസ് വരെ എടുക്കേണ്ട അവസ്ഥകൾ ചില ദിവസങ്ങൾ വരുന്നുണ്ട്. നിന്ന് കാലിൻ്റെ നീര് വരെയായി അങ്ങനെ ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. എന്തായാലും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഈശ്വരൻ തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ വീട്ടിൽ എല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ അതിനകത്ത് അഭിമാനം കൊള്ളുകയാണ്. പോലീസിനെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ? ക്ലാസ് കേട്ടിട്ടുള്ളവരൊക്കെ ഉണ്ടാവും, എന്തായാലും ബോറടിപ്പിക്കില്ല. പോലീസിനെ പറ്റി തന്നെ ആദ്യം ചോദിക്കാം. പോലീസിനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ചുമ്മാ തലയാട്ടുക. ഇഷ്ടമാണോ? ഒറ്റ ചേട്ടന്മാർ തലയാട്ടിയിട്ടില്ല. എനിക്കറിയാം ആർക്കും പോലീസിനെ വലിയ ഇഷ്ടമൊന്നും. അതങ്ങനെയാണ്. ഞാൻ പോലീസ് ആകണമെന്ന് ചെറുപ്പത്തിൽ അങ്ങനെ കുഞ്ഞായിരുന്ന സമയത്ത് ഓർമ്മയുണ്ട്. പോലീസുകാരനെ പൂർണ്ണ തൊപ്പിയിൽ അല്ലേ സിനിമയിൽ കാണുമ്പോഴൊക്കെ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ വളർന്നു വന്നപ്പോൾ ആഗ്രഹിച്ചത് ഒരു കായിക അധ്യാപകനാകണമെന്നാണ്. പക്ഷെ കാലങ്ങളിൽ എത്തിച്ചത് കളകമില്ലാത്ത പ്രായത്തിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളിലാണ് കൊണ്ട് എത്തിച്ചത്. അതാണ് സത്യം. എല്ലാത്തിനും തമ്പുരാന്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. പോലീസിനെ പറ്റി അഭിപ്രായങ്ങൾ ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റും? നിങ്ങളുടെ അഭിപ്രായം പോലീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? ആർക്കെങ്കിലും പറയാം? ചേച്ചിമാർക്കോ അമ്മമാർക്കോ ആർക്കെങ്കിലും പറയാം? നമ്മള് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ PTA മീറ്റിങ്ങിന് വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഞാൻ 2 കുട്ടികളുടെ അപ്പനാണ്. സാർ 3 പറഞ്ഞത് അപ്പൊ അവന്റെ കാര്യമാണ്. അവൻ 3 കുട്ടികളുടെ അപ്പനാണെന്നാണ് പറഞ്ഞത്. എനിക്ക് കോട്ടയം CMS കോളേജിൽ ഡിഗ്രിക്ക് 3ാം വർഷം പഠിക്കുന്ന ഒരു മകന്റെയും പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പഠിക്കുന്ന ഒരു മകളുടെയും അപ്പനാണ് ഞാൻ. അപ്പോൾ നിങ്ങളെ അപ്പനും അമ്മയാണ്. നിങ്ങളുടെ അതേ മാനസികമായ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ വേറൊരാളായിട്ട് നിങ്ങൾ കാണണ്ട. ഒരു പോലീസ് ഓഫീസറായി ഇവിടെ നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ, ഒരു അധ്യാപകനെ പോലെ സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരപ്പന്റെ സ്ഥാനത്ത് സംസാരിക്കാൻ, ഒരു പിതാവിന്റെ സ്ഥാനത്ത് സംസാരിക്കാൻ. അതുകൊണ്ട് നമ്മൾക്കിടയിൽ വലിയ ഫോർമാലിറ്റി ഒന്നുമില്ല. നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരാളെ നിന്ന് സംസാരിക്കുന്നതില്ല. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഈ കാക്കി ഊരി വെക്കണം. അപ്പോൾ പോലീസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൊള്ളാമോ? നല്ലതാണോ? ആ പെറ്റി പിടിക്കാൻ നിൽക്കുന്ന ഉറപ്പുള്ളതിന്റെ കട്ട കലിപ്പ് നിങ്ങൾ വരല്ലേ? പണ്ടങ്ങാലത്തും എടപ്പാടിയിലൊക്കെ പമ്പിൽ നിന്നുള്ള പെറ്റുപിടുത്തം എനിക്കറിയാം. പോലീസിനെ പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല. പല അഭിപ്രായങ്ങൾ ഇപ്പൊ ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. ചില ചേട്ടന്മാർക്ക് ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമാണ്. ആരും കാണാതെ വൈഫ് പോലും അറിയാതെ ഇരിക്കാൻ എവിടെയെങ്കിലും പോയി രണ്ടോ അടിച്ചിട്ട് പമ്പിൽ പോകുന്ന സമയത്തായിരിക്കും ഊത്തുമിഷിനെ അതിൽ ഊതിക്കുന്നത്. അങ്ങനെ പോലീസ് ശത്രുവായി മാറും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സമയത്ത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിക്കുമ്പോഴായിരിക്കും കഷ്ടകാലത്തിന് പിടികൂടുന്നത്. ഒരു സിഗരറ്റിന്റെ വില 10 രൂപയോ 15 രൂപയായിരിക്കും. ഫൈൻ അടയ്ക്കേണ്ടത് 300 രൂപ. അപ്പോഴും പോലീസ് ശത്രുവാകും. ചില അവസരങ്ങളിൽ പൊതുസ്ഥലത്തിരുന്ന് എവിടെയെങ്കിലും വീട്ടിൽ പോയാൽ നമ്മൾ കഴിക്കാൻ പറ്റില്ല.
ബാറിൽ പോയിരുന്ന് കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല, എവിടെയെങ്കിലും ഒതുക്കത്തിലിരുന്ന് നമ്മൾ അടിക്കുമ്പോഴായിരിക്കും പോലീസ് ഒന്ന് പിടിക്കുന്നു. അവിടെയും പോലീസ് ശത്രുവാണ്. ഇനി ആയിക്കോട്ടെ, മോനോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ ഒരാൾ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ പോലീസ് പിടിക്കുന്നു, പോലീസ് ശത്രുവാണ്. എങ്കിൽ ഞാൻ ഇവിടം പറയുള്ളൂ. എവിടുന്ന്? നമ്മുടെ മടങ്ങാന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്തുനിന്ന് കടലിൽ സാധനം മേടിക്കാനായിട്ട് ഇറങ്ങി വന്നതാണ്. അപ്പൊ ഞാൻ ഹെൽമെറ്റ് എടുത്തില്ല, പോലീസ് പിടിക്കുന്നു, പോലീസ് ശത്രുവാകും. അപ്പോൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വരുമ്പോഴാണ് പുറകിൽ അവരാണ് അയൽക്കാർ നടന്നു വരുന്നത്. എങ്കിൽ എന്നെ നമ്മുടെ പുറകേക്ക് പിടിക്കുന്നു, കേസെടുക്കുന്ന ശത്രുവാകും. നിയമങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ അത് ചോദ്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ നിങ്ങൾക്കെതിരെ നടപടി എടുത്തപ്പോൾ നിങ്ങൾ പോലീസിന് ശത്രുവായി മാറും. അല്ലാതെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണ് പോലീസ് ശത്രുവായത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ നാടിന് എഴുതപ്പെട്ട നിയമമുള്ള രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതം. ആ ഭാരതത്തിൽ എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്. അതനുസരിക്കാൻ ഇന്ത്യയിലെ ഏതൊരു പൗരനും ബാധ്യസ്ഥനാണ്. ആ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങള് നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് പോലീസ് അധികാരികൾ. ഒരു പക്ഷേ അവരിലും കുറവുകളും പോരായ്മകളും ഉള്ളവരൊക്കെ ഉണ്ട്. എല്ലാം പ്രവർത്തിക്കാനും അവകാശപ്പെടുന്നില്ല. ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും ഒരുപാട് പോരായ്മകൾ ഉള്ളവരൊക്കെ ഉണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എന്നാൽ പോലും പൊതുസ്ഥലങ്ങളിൽ കാണുന്ന ഇത്തരം നിയമ ലംഘനങ്ങളെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടാണ് പോലീസ് എപ്പോഴും ശത്രുപക്ഷത്ത് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം. ഞാൻ 29 വർഷമായി പോലീസ് സേനയുടെ ഭാഗമായി. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥർ കാണും, അധ്യാപകർ കാണും, ഡോക്ടർമാർ കാണും, നഴ്സുമാർ കാണും, ഗവൺമെന്റ് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവർ കാണും. ഞാൻ 29 വർഷമായി സേനയുടെ ഭാഗമായിട്ട്. ഞാൻ പോലീസുകാരനായിട്ട് ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്നും പാലായിക്ക് വന്നപ്പോൾ എൻ്റെ അനുജന്മാര്, അച്ഛൻ്റെ അനുജന്റെ മക്കളൊക്കെ പറഞ്ഞു നമുക്ക് പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണാം. ഞാൻ പാലാ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ എൻ്റെ മുട്ട് കൂട്ടിയിടിക്കുമായിരുന്നു. എനിക്ക് പേടിയായി. അന്നത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളായിട്ടുള്ള മുതിർന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം ഇന്നത്തെ പോലീസ് അല്ലായിരുന്നു. 29 വർഷത്തെ പോലീസ് ഇങ്ങനെ ആയിരുന്നില്ല. ആയിരുന്നു അല്ല. പേടിപ്പിക്കുന്ന, ആക്രോശിക്കുന്ന, വളരെ കാർക്കശ്യം കാണിച്ചിരുന്ന, സൗമ്യമായി സംസാരിക്കുക പോലും ചെയ്യുന്നില്ലാത്ത ഒരു വിഭാഗമായിരുന്നു. കൊമ്പം മീശയും കുറുമ്പൻ തൊപ്പിയും അങ്ങനെ ഒരു പോലീസ്, ഭീഷണിപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന ഒരു പോലീസ്. ഇന്ന് ഞാൻ ഓർക്കുകയാണ്, ഈരാറ്റുപേട്ടയിലേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ശേഷം ഇരിക്കുമ്പോൾ എന്നെ ഒരു ടീച്ചർ വിളിക്കുകയാണ്. ഞാൻ ഏത് സ്കൂളിലെയാണ്, ഒരു LP സ്കൂൾ ടീച്ചറാണ് വിളിക്കുന്നത്. സാറേ, എനിക്കൊരു 10-45 കുട്ടികളുണ്ട് ഞങ്ങളുടെ സ്കൂളില്. ഞാനിത് അങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ. എങ്ങോട്ടാ? പോലീസ് സ്റ്റേഷനിലേക്ക് ടൂർ കൊണ്ടുവന്നിട്ട് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നു. ഇന്ന് പിള്ളേര് കയറി ഇറങ്ങുക, അവർ ഓടി നടന്ന അവിടുത്തെ ഓരോ മുറികളിലും ജയിലിൽ അതിന്റെ സെല്ലിലും ഒക്കെ ഓടിച്ചത് കാണുകയാണ്. ഇതെന്തിനുള്ളതാ സാറേ? ഇത് കള്ളന്മാരെടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇടിയുണ്ടോ? അന്ന് പോലീസുകാരനായിട്ട് എനിക്ക് അതിനകത്ത് കയറാൻ പേടിയാണ്. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പേടിയാണ്. ഇന്നത്തെ കുട്ടികള് അത്രമാത്രം പോലീസുകാരെ അങ്കിളേന്ന് വിളിക്കുന്ന സാഹചര്യത്തിലേക്ക്, ചേട്ടായിന്ന് വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് എടാപോടാന്ന് വിളിപ്പിക്കുകയാണ് കേട്ടോ. അതിനെ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് സാറേന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികള് അങ്കിളെന്ന് വിളിക്കുമ്പോൾ, ഏട്ടനെന്ന് വിളിക്കുമ്പോൾ ഒരു സ്നേഹവും കരുതലൊക്കെ തോന്നുന്നു. വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇതൊത്തിരി കാലമൊന്നുമായില്ല. 2017, 2007, 2008 കാലഘട്ടങ്ങളിലാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ അഭിമാനിക്കാം. നമ്മുടെ കോട്ടയം മീനച്ചി താലൂക്കിലാണ്. മീനച്ചി താലൂക്കിന്റെ അഭിമാനം, നമ്മുടെ പാലായുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ ഞാൻ എപ്പോഴും ഏത് രീതിയിലും പറയാറുണ്ട്. ഡോക്ടർ ബി സന്ധ്യയെ പറ്റി കേട്ടിട്ടുണ്ടോ? അറിയാവോ? എവിടെ ഉണ്ടോ? കണ്ടോ? ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ബി സന്ധ്യ, ഇന്ത്യൻ പോലീസ് സർവീസ്. മാഡത്തിന് ശിരസിലോദിച്ച വലിയൊരു ആശയം, അതിന്റെ പൂർത്തീകരണം കൊണ്ടാണ് ജനമൈത്രി സുരക്ഷാ പദ്ധതി
നമ്മുടെ സംസ്ഥാനത്ത് തുടക്കം കുറിച്ചു. ഭാഗ്യവശാൽ ആ കാലഘട്ടം മുതൽ ഇതിന്റെ ഭാഗമാകാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞങ്ങളുടെയൊക്കെ ട്രെയിനിങ് കാലഘട്ടം കഴിഞ്ഞിട്ട് ഞാനൊക്കെ പലപ്പോഴും ആഗ്രഹിച്ചതുപോലെ ഒരിക്കലും പൊതുജനത്തെ പോലീസ് ശത്രുവായി കാണരുത്. പൊതുജനം പോലീസിനെയും ശത്രുവായി കാണാൻ പാടില്ല. കാരണം എന്താണ്? പോലീസുകാരൻ ഉണ്ടാകുന്നത് ഈ സമൂഹത്തിൽ നിന്നാണ്, അല്ലേ? ഈ സമൂഹത്തിൽ നിന്നാണ് ഓരോ പോലീസുകാരൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലും പോലീസ് ശത്രുവാൻ പാടില്ല. ഞാൻ പോലീസുകാരുടെ ട്രെയിനിങ് കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഞാൻ 9.5 വർഷം ട്രെയിനിങ് കോളേജിൽ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തതാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇവിടെ നമുക്കൊരു വീടുണ്ട്, അവിടെ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഏട്ടനുണ്ട്, ഏടത്തിയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. അപ്പൊ നമ്മുടെ ഈ സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? നമ്മള് അവരുടെ ജീവന്റെ സംരക്ഷകരും സ്വത്തിന്റെ കാവൽക്കാരനുമാകണം. ജീവന്റെ സംരക്ഷകരും സ്വത്തിന്റെ കാവൽക്കാരനുമാകണം ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പണ്ടൊക്കെ പോലീസിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു 80കളിലൊക്കെ 7ാം ക്ലാസ് ക്രിസ്ത്യാനൊക്കെ നമുക്ക് പറയാം, അല്ലേ? അങ്ങനെയല്ല കാരണന്മാർ പറയുന്നത്. 7ാം ക്ലാസ് വിദ്യാഭ്യാസം എന്നെ പോലെ 100 കിലോ തൂക്കമുണ്ടെങ്കിൽ ആർക്കും പോലീസ് ആകാത്തൊരു കാലഘട്ടം. ഇന്ന് നടക്കുവോ? ഇതെന്താ വേണ്ടത്? വിദ്യാഭ്യാസം ഒരു പ്രധാന മാനദണ്ഡമായി മാറി. ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരുപാട് ഡിഗ്രികൾ കൈമുതലായിട്ടുള്ള നല്ല മിടുക്കരായ ചെറുപ്പക്കാരി സേനയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ചിന്തിച്ചു, പൊതുജനം ശത്രുവല്ല. പൊതുജനം പോലീസിനോട് ചേർന്ന് നിൽക്കണം, പോലീസ് പൊതുജനത്തോട് ചേർന്ന് നിൽക്കണം. ഈ അകലം ഒന്ന് കുറയ്ക്കണം. അങ്ങനെ ജനമൈത്രിയിലൂടെ നിരവധി കർമ്മപരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങി. മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് കേരള പോലീസ് എന്നും മാതൃകയായി മാറുന്നു. എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് ആഗ്രഹിച്ചത്? ഞങ്ങളുടെ കാലം കഴിയാതെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മക്കളിൽ പലരും വരുന്ന ആളുകളിൽ ഇതുപോലെ കാക്കിധാരികളായി ഈ നാടിന്റെ ക്രമസമാധാനം നിയന്ത്രിക്കേണ്ട ഉന്നത പോലീസ് അധികാരികളുടെ അപ്പനും അമ്മയുമാണ് നിങ്ങൾ. വിശ്വാസമില്ലല്ലേ? എന്റെ കുഞ്ഞിനെ പോലീസാകാൻ ഞാൻ വിടില്ല. പക്ഷെ അവരുടെ മനസ്സിലെ സ്വപ്നങ്ങള് അത് അസത്യമാണെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ മക്കളിൽ പലരുമാണ് വരുന്ന ആളുകളില് ഇതുപോലുള്ള വിദ്യാലയങ്ങളില് വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ ആദ്യ അക്ഷരങ്ങള് പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകന്മാരും നിങ്ങളുടെ മക്കളിൽ പലരുമാണ്. നിങ്ങളുടെ മക്കളിൽ പലരുമാണ് വരുന്ന ആളുകളില് നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന ഉന്നതരായ നേതാക്കന്മാർ നിങ്ങളുടെ മക്കളിൽ പലരുമാണ്. വരുന്ന ആളുകളില് നമ്മുടെ ആരോഗ്യ മേഖലയിലെ കാവൽക്കാരായ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെയാണ് നിങ്ങളുടെ മക്കള്. അപ്പോൾ ഈ വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് അന്തസ്സായി ജീവിക്കുവാൻ, അവർ സുരക്ഷിതരായി നാട്ടിൽ ജീവിക്കുവാൻ, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പൂർണ്ണമായും എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഇന്നും പോലീസ് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പല രൂപത്തില്, പല ഭാവത്തില് രൗദ്രഭാവം വീണ്ടെടുത്തുകൊണ്ട് ചില മൃഗീയ ശക്തികള്, പൈശാചിക ശക്തികള് നമ്മുടെ കുഞ്ഞുങ്ങളെ കവർന്നെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ പറയാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. രണ്ട് വാക്കുകൊണ്ട് തന്നെ എന്താണ് ഈ പൈശാചിക ശക്തി? മൃഗതുല്യരായി മാറുന്ന നമ്മുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെ മാറോട് ചേർക്കാൻ കഴിയുന്ന മാതാപിതാക്കളായി നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ വിളിച്ചപ്പോഴേ വരാമെന്ന് ഞാൻ രാവിലത്തെ മീറ്റിംഗ്, ഇപ്പൊ മീറ്റിംഗ്, ഞാൻ വരുന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല. നിരവധി മാതാപിതാക്കന്മാരുടെ കണ്ണു നനയുന്ന അനുഭവങ്ങൾ ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന മാതാവിന്റെയും പിതാവിന്റെയും കണ്ണു നിറയുന്ന സാഹചര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് വിളിച്ചപ്പോഴേ വന്നതൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താൻ വേണ്ടിയാണ്. നമ്മുടെ നടന്നു വന്ന വഴിയിലൂടെ തിരിഞ്ഞൊരു സഞ്ചാരം,
ഞാനും നിങ്ങളും ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹനത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. ക്ഷമിച്ചതിന്റെ ഫലമായിട്ടാണ്, സഹിച്ചതിന്റെ ഫലമായിട്ടാണ്. അതിലെ ഒരു സഞ്ചാരം അത്രയേ ഉള്ളൂ. തിരിഞ്ഞ് നമുക്കൊന്ന് ചിന്തിച്ചു പോകണം. മക്കളെ കുറിച്ച് സ്വപ്നം കാണുന്നവരാണ് ഞാനും അത്. നമുക്കൊക്കെ ഇന്നിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് PTA മീറ്റിങ്ങിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ എന്റെ കുഞ്ഞിന്റെ മീറ്റിംഗ് വർഷത്തിൽ ഒരിക്കൽ വിളിക്കുമ്പോൾ ഞാൻ ചെല്ലണമല്ലോ എന്ന് ഓർത്ത് കടമ നിർവഹിക്കാൻ വന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഈ വർഷം പോകണ്ടല്ലോ എന്ന് ഓർത്ത് വരുന്നവരുണ്ടാവാം. എന്തുമായിക്കൊണ്ടേ ആവേശത്തോടുകൂടി കൈപിടിച്ചു വന്ന മാതാപിതാക്കന്മാരെ കൂടി ഉണ്ടാവാം. എന്തായാലും എല്ലാവരോടും ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുകയാണ് നിങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വന്നതിന്. ഇതുപോലൊരു ഇത്രയും നിറഞ്ഞ, പൂർണ്ണമായിട്ട് എല്ലാവരും വന്നിട്ടില്ലെങ്കിൽ പോലും ഇത്രയും ആളുകൾ ഇന്ന് വരിക എന്ന് പറയുമ്പോൾ അതില് ഭൂരിഭാഗം സ്ത്രീകളാണെങ്കിലും പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്രയെങ്കിലും പ്രാതിനിധ്യം ഉണ്ടായില്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. കാരണം എല്ലാവർക്കും 100 ആവശ്യങ്ങളാണ്. മീറ്റിംഗ് വിളിക്കുന്നതെന്നാണ് വല്ലപ്പോഴും കിട്ടുന്നൊരു പണി എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരിക്കലും ഇല്ലാത്ത ഒരു ആദ്യ കുർബാനയും മാമോദീസായും അല്ലെ 100 പ്രശ്നങ്ങൾ അന്നാണ് എല്ലാവരും ഭയങ്കര തിരക്ക് കാണിക്കുന്ന ദിവസമാണ്. എന്തായാലും വന്നവരെ അഭിമാനത്തോടുകൂടി ഞാൻ അവർക്ക് നന്മ നേർന്നുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ഈ ലോക ജീവിതത്തിലെ എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ സമ്പാദ്യത്തെ കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എന്താണ് നമ്മുടെ സമ്പാദ്യം? എന്താണ്? വീടാണല്ലേ. എത്ര ലക്ഷം രൂപ മുടക്കുള്ളതാണ്? എന്താണ് നമ്മുടെ സമ്പാദ്യം? ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആരും ഉത്തരം പറയില്ല, എനിക്കറിയാം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ. ഞാൻ പറഞ്ഞു, ഞാൻ പോലീസ് ഓഫീസറായിട്ട് നിന്നല്ല ചോദിക്കുന്നത്, ഒരപ്പനായിട്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ സമ്പാദ്യം എന്താ? ഇവിടെ പിള്ളേരൊന്നും ഇല്ലെന്ന് ധൈര്യമായിട്ട് പറയാം. കണ്ടോ, മക്കളാണ്. പലരുടെയും മനസ്സിൽ പുറത്തേക്ക് വരില്ല. കാരണം നമ്മുടെ സമ്പാദ്യം എന്താന്ന് ഇരിക്കുമ്പോൾ അല്ലേ പലർക്കും പറയാൻ മടിയാണ്. എന്റെ സമ്പാദ്യം, ഈ ലോക ജീവിതത്തിലെ എന്റെ സമ്പാദ്യം എന്റെ 2 മക്കളാണ്. അതിലും വലിയൊരു സമ്പാദ്യം എനിക്കില്ല. ആ സമ്പാദ്യം പാതി വഴിയിൽ ഇല്ലാതായി പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു പോകും. നമുക്ക് വീട് നഷ്ടപ്പെട്ടാൽ വീടുണ്ടാക്കാം, നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ജോലി നേടാം, നമ്മുടെ ശരീരം പകുത്തു നൽകിയ നമ്മുടെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ലോകത്തിലെ എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ സമ്പാദ്യത്തെ കുറിച്ച് സംസാരിക്കാനാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്നത്. ചിലർ പറയും ഇല്ല എന്ന് പറഞ്ഞാലും പരുക്കൻ സ്വഭാവത്തിൽ പലരും പറയും അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല. എന്നാൽ പോലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നാളുകളിൽ നമ്മുടെ കുഞ്ഞ് നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു അച്ഛനും അമ്മയില്ല. അമ്മയുടെ വയറ്റിലെ ജീവന്റെ തുടിപ്പ് തുടങ്ങിയ നിമിഷം മുതൽ അമ്മയ്ക്ക് ഒരുപാട് ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നു. ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് കാഴ്ചയുണ്ടാവണം, കേൾവി ഉണ്ടാവണം, സംസാരശേഷി ഉണ്ടാവണം, അംഗവൈകല്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരുപക്ഷെ അപ്പം പോലും ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ് അല്ലേ അമ്മമാരെ? ആണോ? നിങ്ങളുടെ സ്വകാര്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നേർച്ച നടന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചവരാ ഞാനും നിങ്ങളൊക്കെ. വളരെ ചുരുക്കം സമയങ്ങളിലേ അപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മളോട് ചേർന്നിരുന്നിട്ടുള്ളൂ അല്ലേ? ബാക്കിയുള്ള സമയമെല്ലാം നിരക്ക് പിടിച്ചത് ഓട്ടമായിരിക്കാം. അത് നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ്, ഒരിക്കലും ഇഷ്ടക്കുറവ് കൊണ്ടായിരുന്നില്ല. വരാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒരുക്കാനുണ്ടായിരുന്നു അല്ലേ? ഓരോ കാര്യങ്ങളും എണ്ണി ചുട്ട അപ്പം പോലെ ഇങ്ങനെ സ്വരൂപിക്കണമായിരുന്നു. അതിനുള്ള ഓട്ടമായിരിക്കാം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അവന് വേണ്ടി പ്രാർത്ഥിച്ച് ഭൂമിയിലെ ചലിച്ചു വീണ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഒരു കുറവും അറിയിക്കാതെ, തന്റെ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒന്നും ആ കുഞ്ഞിനെ അറിയിക്കാതെ വളർത്തുന്നവരാണ് നമ്മള്. ആണോ? അറിയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മള് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പപ്പയുടെ ജോലി എന്താണ്, പപ്പയുടെ വരുമാനം എന്താണ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
നമ്മുടെ കഷ്ടപ്പാട്, ഇല്ലായ്മകള്, വല്ലായ്മകള് ഒന്നും അറിയിച്ചിട്ടില്ല. ചോദിക്കുന്നതൊക്കെ സാമ്പത്തിക പരാതി, എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നില്ല. കടമായി മേടിച്ചായിരിക്കും ഒരുപക്ഷെ കൊച്ചിന്റെ ഫീസ് ആദ്യം കൊടുത്തത്, അല്ലെങ്കിൽ യൂണിഫോമിന് തുണി വാങ്ങിയത്, പാഠപുസ്തകങ്ങൾ വാങ്ങിയതൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാ മാതാപിതാക്കന്മാരും അനുഭവിക്കുന്ന ഉണ്ട് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒരു അല്ലലും അറിയിക്കാതെ നമ്മളിങ്ങനെ വളർത്തുമ്പോൾ, ചോദിക്കുന്നതൊക്കെ അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ അവർക്ക് നൽകേണ്ട മൂല്യങ്ങൾ കൂടി കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. ചോദിക്കുന്നതൊക്കെ വെറുതെ കൊടുക്കുന്നവരായി മാറരുത്. പൈസ ചോദിക്കുമ്പോൾ, വസ്ത്രം ചോദിക്കുമ്പോൾ, ഭക്ഷണം ചോദിക്കുമ്പോൾ അത് മാത്രം കൊണ്ട് കുഞ്ഞ് ജീവിച്ചു പോകും. പക്ഷെ മൂല്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ, കുറച്ച് മൂല്യങ്ങൾ കൂടി അവന് പകർന്നു കൊടുത്തില്ലെങ്കിൽ അവൻ വെറുതെ ശൂന്യമായി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് വേണ്ടത് കുഞ്ഞിനോട് സംസാരിക്കുക എന്നുള്ളതാണ്. മക്കളോട് സംസാരിക്കുന്ന മാതാപിതാക്കന്മാരാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രത്യേകത സംസാരങ്ങളിൽ വളരെ കുറവാണ്. സംസാരങ്ങൾ വളരെ കുറവാണ്. എൻ്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയും. ഒരു 10 വർഷം മുമ്പുണ്ടായ ഒരു അനുഭവം ഞാൻ ശ്രദ്ധിച്ചതാണ്. ഒരു 10 വർഷം മുമ്പ്, അന്ന് ഇത്ര ആൻഡ്രോയിഡ് ഫോണൊക്കെ വലിയ സജീവമായിട്ട് എൻ്റെ വീട്ടിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തില് വൈകുന്നേരം ആകുമ്പോൾ കുരിശോരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം TV ഓൺ ചെയ്യും. പിന്നെ എല്ലാവരും ടിവിയുടെ മുന്നിലാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാവരും TV കാണും. കൊച്ചുങ്ങളാണെങ്കിൽ അവരതിന്റെ കൂടി നമ്മൾ എന്തെങ്കിലും കഴിച്ചു പിടിച്ചോക്കി ഇങ്ങനെ നടക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വല്ലപ്പോഴൊക്കെ അന്ന് ക്യാമ്പിൽ SP കൂടെയൊക്കെ ആയിരിക്കും 2 ദിവസം കൂടുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് കോട്ടയത്ത് വരിക. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നു, ഈ TV കേടായി. അപ്പച്ചൻ പറഞ്ഞു, ഇവിടെ TV കേടായി. ഞാൻ പറഞ്ഞു നന്നാക്കാന്ന് പറഞ്ഞു. നന്നാക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പോയി. TV നന്നാക്കിയില്ല. അവസാനം അപ്പച്ചൻ വെള്ളം വെച്ചപ്പോ ഞാൻ ആ TV എടുത്തുകൊണ്ട് പല കുരിശുപള്ളി കവലയിലെ സൈഡില് TV നന്നാക്കുന്നൊരു കടയുണ്ട്, അവിടെ കൊണ്ടേ കൊടുത്തു. അവിടെ കൊണ്ടേ കൊടുത്തപ്പോ ആ ചേട്ടൻ പറഞ്ഞു, സാറേ ഇതിന്റെ ബോർഡ് പോയി, എന്തോ ഒരു സാധനം പോയി, അത് LED TV ആണ്, അത് എറണാകുളത്ത് നിന്ന് സാധനം മാറി വെക്കാം, വലിയ വിലയുള്ള TV ആണ്. അപ്പൊ ഞാൻ ധൃതി പറഞ്ഞു, പകരം TV വേണം. ഞാൻ പറഞ്ഞു ഒരു ധൃതി ഇരുന്നു. അപ്പം പകരം TV വേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും 2 ആഴ്ച പിടിക്കുമെന്ന് പറഞ്ഞു. 2 ആഴ്ചയപ്പോ ചേട്ടൻ നന്നാക്കി വെച്ചു. ഞാനിത് എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഈ 2 ആഴ്ച കഴിഞ്ഞ് ഞാനിത് എടുക്കാൻ മറന്നുപോയപ്പോ ഞാൻ വൈകുന്നൊരു കാര്യം വീട്ടിൽ ചുമ്മാ ശ്രദ്ധിച്ചു. കുരിശവര കഴിഞ്ഞാൽ ആരും എഴുതി പോകില്ല. ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ ഓടി നടന്ന് കുരിശ് വരച്ച് പെട്ടെന്നൊരു സ്തുതിയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് തപ്പതേന്ന് അപ്പം ചെന്ന് TV ഓൺ ചെയ്യും. എല്ലാവരും TV ഓൺ ചെയ്യും. കുരിശവര കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ TVയുടെ മുന്നിലെ കളിയും ചിരിയും വർത്തമാനവും. പക്ഷേ TV ഓൺ ചെയ്യുന്നില്ലാത്തതിന് പേരിൽ കുരിശ് കഴിഞ്ഞ ആരും ഏൽക്കുന്നില്ല. എല്ലാവരും കാലം നീട്ടി വെച്ച് ഭിത്തിയിലും ചാരി, വാദക്കൊടിയിൽ ചാരി, അപ്പന്റെ കസേരയുടെ ചുറ്റും ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരവസ്ഥയാണ്. 2 ആഴ്ച ഞാൻ ശ്രദ്ധിച്ചു. വർത്തമാനങ്ങൾ തീരുന്നില്ല. ബന്ധുക്കളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അയലോകത്തെ കുശുമ്പും കുന്നായ്മയൊക്കെ പറയുന്നു. അയലോകക്കാരുടെ കുറ്റം പറയുന്നു. വലിയ സംസാരങ്ങളാണ്, വലിയ വലിയ സംസാരങ്ങളാണ് നടക്കുന്നത്. എന്തെല്ലാം വിഷയങ്ങൾ അവിടെ സംസാരിച്ച് ഞാനങ്ങ് ആലോചിക്കാം. അപ്പൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, എന്റെ മരുന്ന് തീർന്നിട്ട് കുറെ ദിവസമായി, നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? മരുന്ന് തീർന്നോ? മരുന്ന് തീർന്ന കാര്യം അപ്പോഴാണ് എന്നോട് പറയാനായിട്ട് സമയം കിട്ടുന്നത്. അങ്ങനെ കുറെ കാര്യം. അമ്മയ്ക്ക് പരാതി, പിണ്ണാക്കനാടാണ് എന്റെ വീട്, ഇവിടുന്ന് ഇത്രയും ദൂരമുള്ളൂ, 2 മക്കളാണ്, ആൺമക്കളുണ്ട്, 2ന്റെ വീട്ടിന് വണ്ടി കിടപ്പുണ്ട്, എന്നെ അവിടം വരെ ആരും കൊണ്ടുപോകുന്നില്ല. അമ്മയ്ക്ക് അമ്മയുടേതായ പരാതികളുണ്ട്. ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് 2 മക്കൾക്ക് നേരമില്ല. അമ്മയുടെ പരാതി, മക്കൾക്ക് പരാതിയുണ്ട്. മോൻ്റെതായ പരാതി. അവന്റെ പരാതി എന്താണെന്നറിയോ? സ്വന്തം സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അവനവിടെ പഠിച്ചുകൊണ്ടിരുന്നു. ഫ്രണ്ടിലത്തെ സീബ്രാലയിൽ ക്രോസ് ചെയ്യാൻ നിന്നപ്പോൾ പപ്പേ അവിടെ ക്രോസ് ചെയ്ത പോലീസുകാരോട് പറയണം, ഫോൺ ചെയ്തുകൊണ്ട് സംസാരിക്കരുത്, അവൻ ഒതുക്കത്തിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വരുമ്പോൾ അയാൾ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുക. അവന് കുറ്റപ്പെടുത്തുക. എന്നാൽ എന്റെ കുറ്റങ്ങൾ, എന്റെ കൂട്ടത്തിലുള്ള കുറ്റങ്ങൾ അവന് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, പപ്പ പറയാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രശ്നങ്ങൾ. TV ഇല്ലാതെ 2 മാസം ഞാൻ അങ്ങനെ കഴിച്ചു കൂട്ടി. ഞാൻ ശരിക്കും ആസ്വദിച്ചു. വർത്തമാനങ്ങൾ തീരുന്നില്ല. അപ്പൻ TVയുടെ കാര്യം മറന്നുപോയ പോലെ അപ്പൻ വിചാരിച്ചു ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ വാങ്ങിത്തരില്ല. പക്ഷെ TV പണിത് പൈസയും കൊടുത്ത് റെഡിയാക്കിയിട്ട് നിർത്തിയേക്കായിരുന്നു. 2 മാസം കഴിയുമ്പോൾ
ഈ വെടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എന്റെ അനുജൻ ഇന്ത്യൻ ആർമിയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അവൻ അവധിക്ക് വന്നപ്പോൾ ചോദിച്ചാൽ അപ്പച്ച ടി വി എത്തി. ഓ, ഇവിടെ ഒരുത്തിനോട് പറഞ്ഞിട്ട് 2-3 മാസമായി ഇതുവരെ കിട്ടിയില്ല. എനിക്ക് സാരമില്ല, ഞാൻ നാളെ എറണാകുളം പോകുന്നത്, ഞാൻ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വൈഫിനെ വിളിച്ച് പറഞ്ഞു ടി വി എടുത്തോണ്ട് വരെ, അല്ലെങ്കിൽ നാളെ വേറെ ടി വി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ടി വി എടുത്തോണ്ട് എത്തിയത് വലിയ സന്തോഷമാണ്. നിസ്സാര ഒരു കാര്യം ഞാൻ പറഞ്ഞേ, അത് അനുഭവിക്കണം. ഈ കാലഘട്ടത്തിൽ എത്ര പേര് ഇത് അനുഭവിക്കുന്നുണ്ട്? ഈ കുടുംബത്തിലെ പരസ്പരമുള്ള സംസാരങ്ങൾ അത് വലിയൊരു അനുഭവമാണ്. ഓരോരുത്തർക്കും അവരുടേതായ നിരവധി പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എന്റെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ പറയാൻ ഒരു വേദിയായിരുന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ എല്ലാവരും ഒരു മണിക്കൂർ വെച്ചിരുന്ന് വർത്തമാനം പറയുന്ന നല്ല മനോഹരമായ ഒരവസ്ഥ. ഇന്ന് എത്ര കുടുംബങ്ങളില് ഈ സംസാരങ്ങൾ പരസ്പരം കേൾക്കുന്ന അവസരങ്ങളുണ്ട്. നമ്മളിനി സംസാരിക്കാമെന്ന് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു സാധനം അതിനനുവദിക്കുകയില്ല. ഈ 5 പേരിൽ ആർക്കെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഫോൺ വന്നുകൊണ്ടിരിക്കും. ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയാണ്. നമ്മൾ തന്നെ നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്കിവിടെ പറയാനുള്ളതൊന്നുമല്ല. ആരെ കേട്ടില്ലെങ്കിലും നമ്മുടെ മക്കളെ കേൾക്കണം. നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കണം. അതിന് സമയം കണ്ടെത്തണം. അതിലൊരു വിട്ടുവീഴ്ചയും ഒരപ്പനും അമ്മയും വെക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് നമ്മൾ പറയുകയല്ല ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവവേദ്യമാകണം. നമ്മുടെ മക്കൾക്ക് അത് അനുഭവിക്കാൻ അത് കാരണമാകണം. എന്റെ കണ്ണ് നിറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ എന്റെ മാതാപിതാക്കന്മാരിൽ നൊമ്പരപ്പെടുമെന്നൊരു ഫീല് അത് മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ചിലേക്ക് നമുക്ക് സംസാരിക്കാനുള്ളത്. വേണ്ടതൊക്കെ വാരിക്കോരി കൊടുത്തു വളർത്തുമ്പോൾ കൊടുക്കേണ്ട മൂല്യങ്ങള്, ഏറ്റവും വലിയ മൂല്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ: ദൈവവിശ്വാസമുള്ള മക്കളെ വാർത്തെടുക്കണം. ദൈവഭയമുള്ള മക്കളെ വാർത്തെടുക്കണം. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വേറെ ഒന്നും അതിന് നിങ്ങൾ ചെയ്യണ്ട. നമ്മുടെ മാതാപിതാക്കന്മാരെ നമുക്ക് പകർന്നു തന്ന പല മൂല്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം മറ്റൊന്നുമല്ല, ദൈവഭയത്തിൽ ജീവിച്ചത് കൊണ്ട് മാത്രമാണ്. ഈശ്വര വിശ്വാസത്തില് ജീവിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഏതോ വലിയ തെറ്റ് ചെയ്ത് ഏതോ വലിയ കുറ്റവാളികളായി, അല്ലെങ്കിൽ സമൂഹത്തിന് കൊള്ളരുതാത്തവരായി എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലയിൽ കണ്ടേനെ. നിങ്ങളൊരു അപ്പനായി അമ്മയായി ഇന്ന് ഈ കലാലയത്തിന്റെ കാമ്പൗണ്ടിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ദൈവഭയം കൊണ്ട്, ഈശ്വര വിശ്വാസം കൊണ്ടാണെന്ന് ഞാൻ പറയും. അത് യാതൊരു സംശയവുമില്ല. ഞാനെന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ മാതാപിതാക്കന്മാര് പകർന്നു നിന്ന മൂല്യങ്ങളിൽ നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളിൽ എടുത്ത് നമുക്ക് നോക്കാം. നമ്മുടെ ഏറ്റവും വലിയ സംസ്കാരം, ഭാരതീയ സംസ്കാരം, അത് ഹൈന്ദവരുടെ സംസ്കാരമായിരുന്നു. സന്ധ്യാനേരത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിന്റെ മുമ്പിൽ നിന്ന് രാമരാമ രാമരാമ എന്ന് നാമം ജപിച്ചിരുന്ന ഹൈന്ദവ കുടുംബങ്ങളുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന ഹൈന്ദവ കുടുംബങ്ങളിലെ അച്ഛനോടും അമ്മയോടും ഞാനൊന്ന് ചോദിച്ചോട്ടെ, എത്ര മക്കൾ നിങ്ങളോടൊപ്പം ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങളിരുന്ന് നാമം ജപിക്കുന്ന കുടുംബങ്ങളുണ്ട്? സന്ധ്യയാകുമ്പോൾ പള്ളിമണി അടിച്ചു കഴിഞ്ഞാൽ അപ്പച്ചനോടും അമ്മച്ചിയോടും വെല്ലിച്ചാച്ചനോടും വെല്ലിമച്ചിയോടും ചേർന്നിരുന്ന് കുരിശ് വരയ്ക്കുന്ന സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്ന ക്രിസ്തീയ കുടുംബങ്ങളിൽ പെട്ടവരാണ് ഇവിടെയുള്ളത്. ഇന്ന് എത്ര യുവജനങ്ങൾ, എത്ര കുട്ടികള്, എത്ര മാതാപിതാക്കന്മാര് വെല്ലിച്ചാച്ചനോടും വെല്ലിമച്ചിയോടും ഒത്തുചേർന്നിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നുണ്ട്? നമ്മൾ ചിന്തിക്കണം. നമ്മൾ സ്വയം വിലയിരുത്തുക. ഞാൻ പറഞ്ഞു, നമ്മൾ വളർന്നു വന്ന വഴിയിലേക്ക് ഒരു തിരിഞ്ഞ യാത്രയാണ്. 5 നേരം നിസ്കരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. 5 നേരം നിസ്കരിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടും അപ്പന്മാരോടും ഞാനൊന്ന് ചോദിച്ചോട്ടെ, 5 നേരം നിസ്കരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഒരു നേരമെങ്കിലും പരമകാരുണ്യവാനായ പൊന്നു തമ്പുരാന്റെ മുന്നിൽ ശിരസ് നിൽക്കുന്ന എത്ര കുട്ടികള് ഇന്ന് നമ്മുടെ ഇടയിൽ? നമ്മൾ ചിന്തിക്കണം. ദൈവഭയമില്ലായ്മ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് ലഹരിക്കെതിരെ വിടുന്ന കുട്ടികളെ, മാതാവിനെയും പിതാവിനെയും തെരുവിലിറക്കി വിടുന്ന കുട്ടികളെ, ഇന്നലെ രാത്രിയിൽ അമ്മ വിളിച്ചിട്ട് പറയുകയാണ്, സാറേ എനിക്ക് എന്റെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. ഞാൻ എന്താ പ്രശ്നം? സാറേ എന്റെ മോൻ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല. മോനോ?
അവൻ എത്ര വയസ്സുണ്ട്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അമ്മയെ വീട്ടിൽ നിന്ന് കേൾക്കുന്നില്ല, കല്ല് പെറുക്കിയത് ചോദിക്കുന്നു. ഓർക്കണം, ഇത് നമ്മുടെ സമൂഹത്തിലാണ്, അല്ലാതെ വേറൊരു കഥയല്ല ഞാൻ പറയുന്നത്. ഇന്നലെ രാത്രി വിളിച്ചതാണ്. എന്താണ് നമ്മൾ ചെയ്യുക? സ്വന്തം അമ്മയെ കല്ല് പെറുക്കെറിയ വീട്ടിൽ കേട്ടെന്ന് പറഞ്ഞ അപ്പനില്ലാത്ത കുഞ്ഞിന് വേറൊരു വിവാഹം കഴിക്കാതെ അമ്മ ഓമനിച്ച് വളർത്തിയ സർക്കാർ ഉദ്യോഗസ്ഥയാ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് മറ്റു ചിലരുമായിട്ടാ കൂട്ടുകെട്ട്. സാറെ രക്ഷിക്കണം. ഈ മൂല്യങ്ങളെ നമ്മൾ കൊടുത്തു വളർത്തുക, ദൈവഭയത്തിൽ വളർത്തുക. തെറ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന കുട്ടികളോട് ഞാൻ സംസാരിക്കാറുണ്ട്. നിരവധി ലഹരി കേസുകളില്, നിരവധി അടിപിടി കേസുകളില് പ്രതികളായ യുവജനങ്ങളെ കൊണ്ടുവന്ന അവരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇവർക്ക് ദൈവവിശ്വാസമോ ദൈവഭയമോ ഇല്ല. കുടുംബം കുത്തഴിഞ്ഞു പോയിരിക്കുന്നു. എന്തിന്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കണ്ടു, നമ്മുടെയൊക്കെ പഠിച്ച കാലത്ത് കൂട്ടുകാരനും കൂട്ടുകാരിയുമായിരുന്നു, അല്ലേ? ഇന്നത്തെ കുട്ടികൾക്ക് ആരാണ്? ചങ്കുകൾ, ബ്രോയ, ചങ്കിടിപ്പുകൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആ ബ്രോയെ, ആ ചങ്കിനെ ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലം പിടിച്ചു കെട്ടിയിട്ട് അവന്റെ നാവി ചവിട്ടിക്കലക്കുന്നു. അവൻ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചും കൂടി ആദ്യം ചവിട്ടുന്നു. 18 വയസ്സ് പോലും പ്രായമാകാത്ത കുട്ടികൾ ലഹരിയുടെ ഉന്മാദത്തില് കൂട്ടുകാരനെ കൊല്ലുന്നു. എവിടെയാണ് ദൈവത്തിന്റെ സ്വന്തം? കഴിഞ്ഞ ദിവസം ഒരമ്മയോട് മകൻ ചോദിക്കുന്നു, പത്രം വായിച്ചവർക്കറിയാം, നമ്മുടെ ജില്ലയില് ഒരിടത്തുണ്ടായ സംഭവം. പൈസ ചോദിച്ചപ്പോൾ എന്റെ പൈസ ഇല്ല എന്ന് അമ്മ പറഞ്ഞ നിമിഷം തന്നെ അകത്ത് പോയി എടുത്തുകൊണ്ടുവന്ന അരിവാള് കൊണ്ട് അമ്മയുടെ കഴുത്ത് കുറിച്ചു മാറ്റി. മകൻ, എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ നിമിഷം മറ്റൊന്നും ആലോചിക്കാൻ പോലും നിൽക്കുന്നില്ല, ശിരസ് കുറിച്ചു മാറ്റി. എന്ന് ചിന്തിച്ച് എവിടെയാണ് മൂല്യങ്ങൾ? ഞാൻ പറയും, എല്ലാ വിഷയങ്ങളും A+ മേടിക്കാനാണ് നിങ്ങളെ മക്കളെ വളർത്തുന്നതെങ്കിൽ നിങ്ങൾ വട്ടപൂജ്യമാണ്. വിദ്യാഭ്യാസം നേടണം, കൊടുക്കണം. പക്ഷെ മൂല്യങ്ങൾ നശിപ്പിച്ചുകൊണ്ട്, മൂല്യശുദ്ധി വരുത്തിക്കൊണ്ട് കൊടുക്കുന്ന നേട്ടങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടില്ല. അനുഭവങ്ങളുടെ വെളിച്ചത്തില്ല. വേണ്ടതൊക്കെ വാരിക്കോരി കൊടുക്കുമ്പോൾ ഇരാറ്റുപേട്ട എന്ന് പറയുന്ന ആ ഗ്രാമത്തില് അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഞാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് ചെല്ലുമ്പോഴുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ, വനിതയാണ്, ഒരു 80 വയസ്സുള്ള ഒരു അമ്മച്ചിയെ കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരിക, നടന്നു കയറി വരുന്നത്. ഞാൻ വന്നപ്പോഴേ ഈ അമ്മച്ചി കരഞ്ഞുകൊണ്ടാണ് കയറി. ഞാൻ പറഞ്ഞ എന്തിനാ കരയുന്ന? കയറി വാ. സ്നേഹത്തോടു കൂടി ഞാൻ വിളിച്ചു, കരയണ്ട, ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിക്കാം. മെമ്പർ പറഞ്ഞു, കുടുംബ പ്രശ്നം പറയാൻ വന്നതാണ്. ഞാൻ എൻ്റെ അടുത്ത് തന്നെ കസരയിട്ട്, മെമ്പർ ഓപ്പോസിറ്റ് ഇരുന്നു, എൻ്റെ അടുത്ത് കസരയിട്ട് ചേർത്തിരുത്തിയാണ് കരയാതെ എന്ന് പറഞ്ഞ് മുഖത്തൊക്കെ തലോടിക്കൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി, ഒരമ്മയും മകൻ എത്രമാത്രം സ്നേഹിക്കാമോ അതുപോലെ സ്നേഹത്തോടു കൂടി വെളുത്ത സുന്ദരിയായ ഒരു സെക്രട്ടറിയെ കൊണ്ട് ഒരു നല്ല അമ്മച്ചി. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും കഥ, ഈ സംഭവം പറഞ്ഞു വരുമ്പോൾ. ആ അമ്മച്ചിയെ ഞാനിങ്ങനെ ചേർത്ത് അടുത്തിരുത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ മെമ്പറെ ഉണ്ടായേ? അമ്മച്ചി കരയുക, മറുപടിയൊന്നുമില്ല. മെമ്പറോട് ചോദിച്ചു, എന്താ ഉണ്ടായേ സാറേ? ഇന്നലെ വൈകുന്നേരം ഒരു 6-7 എനിക്കൊരു ഫോൺ വന്നു. KSRTC സ്റ്റാൻഡിൽ നിന്നാണ്, ഇരാറ്റുപേട്ടയിലെ KSRTC സ്റ്റാൻഡിൽ നിന്നാണ് ഫോൺ വന്നേ. അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, മെമ്പറുടെ വാർഡിലുള്ള ഒരു അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്, ഒന്ന് വരാമോ? മെമ്പർ ഭർത്താവിനെയും കൂട്ടി കാറും എടുത്തുകൊണ്ട് വന്നപ്പോൾ ശരിയാണ്, മെമ്പറുടെ വാർഡിലുള്ള ഒരു അമ്മച്ചിയാണ്. മെമ്പർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അമ്മച്ചിക്ക് വീട്ടിലേക്ക് പോകണ്ട, വീടില്ല. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതാണ് അറിയാൻ സാധിച്ചത്. അമ്മച്ചിക്ക് 5 മക്കളാണ്, ഒരാണും
5 പെൺമക്കളും, 4 പെൺമക്കളും, അങ്ങനെ 5 പേര്. ഭർത്താവ് ഇളയ കുട്ടിയുണ്ടായി ഏതാനും ദിവസങ്ങൾക്കകം, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം, മരിച്ചുപോയി. ഈ അമ്മ വീട്ടുജോലികൾ ചെയ്ത് അങ്ങനെ ഈ മക്കളെയൊക്കെ പഠിപ്പിച്ച് അവരാൽ ചെയ്യുന്ന രീതിയിലൊക്കെ അവരെ വിവാഹം കഴിച്ചയച്ചു. ഉണ്ടായിരുന്ന 6 സെന്റ് സ്ഥലവും വിറ്റ് അവസാനത്തെ പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ച് മൂത്ത മകന്റെ കൂടെ അമ്മ ഇരുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണൂരേക്ക് പോയി. കുറെ നാളുകളായി പോയിട്ട് 4 പെൺമക്കളെയും വിവാഹം കഴിച്ച് കിട്ടത് നമ്മുടെ പൂജാറിന്റെ വിവിധ ഭാഗങ്ങളിലാണ്. അങ്ങനെ പോയ അമ്മച്ചി ഒരു ദിവസം, ഞാൻ ഈ തലേ ദിവസം ഒരു KSRTC ബസ്സില്, പത്തനംതിട്ടയ്ക്ക് പോകുന്ന ഒരു KSRTC ബസ്സില് ഈ മകൻ കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ ഇറക്കി ബാഗും കൈ കൊടുത്തിട്ട് ആ വണ്ടിയിൽ തന്നെ അവൻ പത്തനംതിട്ടയ്ക്ക് പോയി. ഈ 80 വയസ്സിന് മേൽ പ്രായമുള്ള അമ്മച്ചി അവിടെ ഇറക്കി നിർത്തിയിട്ട് ഇവൻ അങ്ങോട്ട് പോയി കൈ പൈസ കൊടുത്തു മക്കളുടെ വീട്ടിലേക്ക് പോകണം പറഞ്ഞു. ഇതാണ് സംഭവം. ഞാൻ ചോദിച്ചപ്പോൾ നമ്പർ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു. മക്കളാരും അമ്മച്ചിയെ നോക്കില്ല. 5 മക്കളെ നുട്ടുപെറ്റ അമ്മേനെ ഒരു മക്കൾ പോലും നോക്കുന്നില്ല. അപ്പൊ പ്രശ്നം അമ്മച്ചിക്കായിരിക്കുമല്ലോ എന്ന് ഞാൻ കരുതി. അല്ലെ, സ്വാഭാവികമായിട്ട് അമ്മച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അമ്മച്ചിയോട് ഞാൻ കുറേയൊക്കെ സംസാരിച്ചതും മനസ്സിലായി, കഷ്ടപ്പാട് ജീവിതത്തിന്റെ പ്രാരാബ്ദം മാത്രമേ ഉള്ളൂ ഈ സ്ത്രീക്ക്. ഇനി ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഒന്നുമില്ല. അറിയാം, 80 വയസ്സ് കഴിഞ്ഞാൽ എന്തൊന്നും പ്രതീക്ഷ, ഏതെങ്കിലും ഒരു മക്കളോടൊപ്പം ജീവിക്കുക എന്നല്ലാതെ അതിനൊന്നും ഒന്നുമില്ല. പ്രായത്തിൻ്റെതായ ചില പോരായ്മകളൊക്കെ ഉണ്ട്, ഓർമ്മക്കുറവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ കാരണന്മാരുണ്ടായിരിക്കും. ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. എന്തായാലും മകനെ തന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് അമ്മ സ്വത്തൊന്നും വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് അമ്മയെ നോക്കി, എൻ്റെ ഭാര്യയുമായിട്ട് ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മടുത്തു. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടേ ഇറക്കി വിട്ടതാ. 4 പെൺമക്കളുണ്ട്, അമ്മയ്ക്കറിയാം. അമ്മ വണ്ടി പിടിച്ചു മുക്കോട്ടെ നോർത്താണ് ഞാൻ അവിടെ നിർത്തിയിട്ട് പോയത്. അവൻ കൈയൊഴിഞ്ഞു. മൂത്ത മകളെ ഞാൻ വിളിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അമ്മേനെ കൊണ്ടേ മൂത്ത ആങ്ങളെ കൊണ്ടേ ഇവിടെ ഇറക്കി വിട്ടു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ ചെയ്യുക സാറ്? അപ്പൊ എന്നോട് ചോദിച്ചത്, സാർ ഏത് സ്റ്റേഷനാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു ഈരാറ്റുപേട്ടയിലാണ്, ഇന്ന ആളെ SI ആണ്. സാറേ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോട്ടെ. ഒരു സ്ത്രീയെ മൂത്ത മകൾ പറയാണ്, ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോട്ടെ, സാർ ഉപദ്രവിക്കരുത്, എനിക്ക് നോക്കാൻ പറ്റില്ല. മറുപടികൾ ഒരു മടിയുമില്ലാതെ പറയാണ്, എനിക്ക് നോക്കാൻ പറ്റില്ല. രണ്ടാമത്തെ മകളെ ഞാൻ വിളിച്ചു. എനിക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്നു. ഒരു അധ്യാപികയാണ്, ഏത് സ്കൂളെന്നോ ആരെന്നോ ഞാൻ പറയുന്നില്ല, ഒരു അധ്യാപികയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ വിളിച്ചു. ടീച്ചറെ, ഇതുപോലൊരു സംഭവം ഉണ്ടല്ലോ, അമ്മ ഇവിടെ വന്ന് നിൽക്കുകയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? സാറിന് വേറെ പണിയൊന്നുമില്ലേ? പോലീസുകാരനായ സാറിന് വേറെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു, മനസ്സമാധാനം കളയാനാണോ? ഭർത്താവിന്റെ അമ്മയല്ല, നൊന്തുപറ്റ അമ്മയെ പറ്റി മകള് പറയുക, ഒരു സ്ത്രീയാണ് പറയുന്നത്. സാറിന് പോലീസല്ലേ, വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. എനിക്ക് സങ്കടം തോന്നി ആ ചോദ്യത്തിന്. കാരണം ഒരമ്മയെ, നൊന്തുപറ്റ അമ്മയെ, ഗർഭപാത്രമുള്ള ഒരു സ്ത്രീയെ ഇത്രമാത്രം അതിശയിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഞാനൊന്ന് തീരുമാനിച്ചു, ഇനിയുള്ള 2 മക്കളോട് സംസാരിക്കുന്നില്ല, ഇനിയുള്ള 2 മക്കളെയും വിളിക്കുന്നില്ല എന്ന് ഞാൻ കരഞ്ഞുപോയി. എനിക്ക് സങ്കടം. ഞാനൊരു മനുഷ്യനാണ്. അപ്പച്ചനെയും അമ്മച്ചിയെയും നെഞ്ചോട് ചേർത്ത് വെച്ച് അവരെ കൂടെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മകനാണ് ഞാൻ. എനിക്കത് ചിന്തിക്കാൻ പറ്റിയില്ല. ഞാൻ തിരിഞ്ഞ് അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അമ്മ ഇത് കരയുക, ഞാൻ വിളിക്കുന്നതല്ല ഈ അമ്മ കേൾക്കുക, മക്കള് പറയുന്നത് കേൾക്കുന്നുണ്ട്, വേണ്ട വേണ്ട വേണ്ട, ശല്യമാണ്. ഞാൻ തിരിഞ്ഞു പോയി, കരയേണ്ട, വിഷമിക്കണ്ട, അമ്മച്ചിക്ക് ഒരു കാര്യം ചെയ്യാമോ, എന്റെ കൂടെ പോരാമോ, എന്റെ കൂടെ പോരാമോ? സാറ് ചുമ്മാ ചോദിക്കുന്നതല്ലേ. ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിൽ എന്റെ അമ്മച്ചനും അമ്മച്ചിയും അമ്മച്ചിയെക്കാളും പ്രായമുള്ള 2 പേരുണ്ട്, അവരോടൊപ്പം എനിക്ക് ശുശ്രൂഷിക്കാൻ പാടായിരിക്കും. പക്ഷേ അമ്മച്ചിയെ ഇറക്കി വിടാതെ, അമ്മച്ചിക്ക് 3 നേരം ഭക്ഷണം തന്ന്, അമ്മച്ചിക്ക് വസ്ത്രം തന്ന്, അമ്മച്ചിക്ക് മരുന്ന് തന്ന്, അമ്മച്ചിനെ ഞാൻ എല്ലാ ദിവസവും വന്ന് കണ്ടുകൊള്ളാം, ഞാൻ ഇവിടുത്തെ അമ്മച്ചി ആകട്ടെ. എന്നെ കെട്ടിപ്പിടിച്ച അമ്മ കരഞ്ഞു, എന്നെ കെട്ടിപ്പിടിച്ചപ്പോ കരഞ്ഞു. ഞാൻ വേറെ എങ്ങോട്ടല്ല കൊണ്ടേ, നിങ്ങളുടെ മധ്യേ തന്നെ കൊണ്ടുവന്ന്
ആരോടും അനുവാദം ചോദിക്കാതെ എന്റെ കാറിൽ ഇരുത്തിക്കൊണ്ട് ആ പഞ്ചായത്ത് മെമ്പറോടൊപ്പം ഞാൻ ഈ ഭരണകാലത്തിന്റെ മണ്ണിക്കൂടെ വന്ന് പൈകിട ഇടപ്പാടി കൊച്ചുകുട്ടിടപ്പാടിയിലുള്ള പൈകിടയിലേക്ക് ഞാൻ വണ്ടി ഇറക്കി. ഞാൻ ഇറങ്ങി ചെന്നപ്പോഴേ സിസ്റ്റേഴ്സ് ഓടി വന്നു. ബിനോയ് സാർ വെറുതെ അവരുടെ മുന്നേ കൈ നീട്ടാൻ ചെല്ലില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊരു അമ്മയുണ്ട്, ഈ അമ്മയൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. രണ്ട് കയ്യിൽ എനിക്ക് അവരെ സ്വീകരിച്ചില്ല. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഞാൻ രാവിലെയും വൈകുന്നേരം പോകുമ്പോൾ അവിടെ നിന്ന് അമ്മയൊന്ന് വിളിക്കണം. എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കവിളിൽ ഉമ്മ തരും. എന്റെ അമ്മ ഉമ്മ വെച്ചതിനേക്കാൾ കൂടുതൽ 1-2 വർഷം എന്റെ കവിളിൽ ഉമ്മ തന്ന അമ്മ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, 5 മക്കൾക്ക് ജന്മം കൊടുത്ത അമ്മയ്ക്ക് ഒരു മകളെ പോലും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ആ അമ്മ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇളയ മകൾ, ഞാൻ വിളിക്കാതിരുന്ന ഇളയ മകൾ ഒരിക്കൽ എന്നെ വിളിച്ചു, സാറേ ക്ഷമിക്കണം, തെറ്റുപറ്റി. ഞാൻ ചോദിച്ചു, ആരാണ്? ഞാൻ ഇന്നയാളുടെ ഇളയ മകളാണ്. ഞാൻ പറഞ്ഞു, എന്തിനാ എന്നെ വിളിച്ചേ? കാര്യങ്ങൾ പശ്ചാത്തലം, കുറ്റബോധം, പറച്ചില്, അമ്മയും മക്കളുള്ള പ്രശ്നമല്ലേ, നമ്മൾ തലത്തിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവരിപ്പോൾ അമ്മയെ കൊണ്ടുപോയിരിക്കണം, അമ്മ മരിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് വിളിക്കും, സന്തോഷമായിട്ട് തന്നെ ഇരിക്കുകയാണെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ പറയാൻ കാരണം, ഒരിക്കലും ഒരു സ്ത്രീയെ തള്ളി പറയുന്ന മനസ്സിലായി. ഒരു ഗർഭപാത്രത്തെ, അതും നൊന്തുപറ്റ ഗർഭപാത്രത്തെ തള്ളി പറയുന്ന സാഹചര്യത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെയാണ് നല്ല മൂല്യങ്ങളുള്ള മക്കൾ വേണമെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം. കൊടുക്കേണ്ട മൂല്യങ്ങൾ മക്കൾക്ക് കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ, ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലുള്ള ഏതെങ്കിലും അനാഥ മന്ദിരങ്ങളിൽ വെച്ച് കാണേണ്ട ഗതികേട് വിദൂരതയിലല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരെ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോൾ ഒറ്റ കാര്യം ചെയ്യണം. കുടുംബം ഒരു തുറന്ന പുസ്തകം പോലെ ആവണം. ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ പങ്കുവെക്കുന്ന വേദിയായി കുടുംബം മാറണം. വിദ്യാഭ്യാസത്തിന് മാത്രം നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ നേട്ടങ്ങൾ നേടുന്നത് അതിനുവേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് തീരാ ദുഃഖമായിരിക്കും. ഇന്ന് നിരവധി കുട്ടികള് എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങുന്ന നിരവധി കുട്ടികള്. ഓരോ ദിവസവും നിങ്ങൾ പത്രമോ വായിക്കുന്നില്ല, സോഷ്യൽ മീഡിയയെങ്കിലും എടുത്തെന്ന് നിങ്ങളൊന്ന് നോക്കണം. ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട്, കുറെയൊക്കെ തെറ്റാണെങ്കിലും യഥാർത്ഥ സത്യങ്ങൾ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. കുറച്ചു നാളിന് മുമ്പ് തൊടുപുഴയിലെ ഒരു ലോഡ്ജ് റെയ്ഡ് ചെയ്ത് ഒരു പെൺകുട്ടിയെയും 4 ആൺകുട്ടികളെയും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച. ഒരു കാട്ടുമൃഗത്തെ പോലെ ആ പെൺകുട്ടി മെലിഞ്ഞുണങ്ങിയ ശരീരമുള്ള ആ പെൺകുട്ടി ഒരു കാട്ടുമൃഗം അലറുന്ന പോലെ അലറിക്കൊണ്ട് ആ ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. അത് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു ഓഫീസർ എന്നോടൊപ്പം ട്രെയിനിങ് കഴിഞ്ഞ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ അപ്പോഴൊന്നും അതിന്റെ പ്രവർത്തനമെല്ലാം കഴിഞ്ഞ്, അതിന്റെ ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ പെൺകുട്ടി എല്ലാ വിഷയങ്ങളിലും 10ാം ക്ലാസ്സിൽ A+ വാങ്ങിയത്, +2 എല്ലാ വിഷയത്തിലും A+ വാങ്ങിയതാണ്. നമ്മുടെ ഒരു ജില്ലയിലാണ്, എവിടെ ഒന്നും പറയുന്നില്ല. നാട്ടിലും വീട്ടിലും ഫ്ലക്സ് ബോർഡുകൾ വെച്ച് ഭാവിയുടെ വാഗ്ദാനമെന്ന് ഒഴിഞ്ഞവര്, ഒരുപാട് ആശംസകള്, അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയവളാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അപ്പനും അമ്മയും വലിയ പ്രതീക്ഷയോടുകൂടി ആ നാട് മൊത്തം കൈകോർത്ത് അവളെ അന്യസംസ്ഥാനത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വിട്ടതാണ്. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാര് പറഞ്ഞു, ഇത് കഴിച്ചാൽ നിനക്ക് പഠിക്കാൻ സാധിക്കും, ഇതല്പം രുചിച്ചു നോക്കിയാൽ നിനക്ക് ഉറക്കം വരാതെ നിനക്ക് പഠിക്കാൻ സാധിക്കും, പഠിച്ച കാര്യങ്ങള് തലയിൽ നിന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പനും അമ്മയും അധ്യാപകരും പറഞ്ഞിരുന്നു, ആവശ്യമില്ലാത്തൊരു സാധനം കിട്ടിയാൽ അത് ഉപയോഗിക്കരുത്. ഒരുപാട് ചതിക്കുഴികൾ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാവരും പറഞ്ഞു കൊടുത്തിരുന്നു. നോ പറയാൻ മാത്രം ആ പെൺകുട്ടി പഠിച്ചില്ല. പലതവണ അവര് നിർബന്ധിച്ചപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നോ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി എന്നേക്കുമായി ലഹരി മരുന്നിന് അഡിക്റ്റ് ആവുകയും പിന്നീട് അതിന്റെ ക്യാരിയറായി മാറുകയും
പോലീസിന്റെ പിടിയിലാവുകയും ചെയ്യില്ലായിരുന്നു. ഇത്തരം ലഹരിയുടെ ഉപയോഗം നമുക്ക് ചുറ്റിനും പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ്. അവിടെയൊക്കെ നമ്മളൊക്കെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ കുട്ടികളുടെയൊക്കെ ആരോഗ്യസ്ഥിതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം സിന്തറ്റിക് ലഹരികള് അല്ലെങ്കിൽ രാസലഹരികൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ അവസ്ഥകളെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെലിഞ്ഞുണങ്ങിയ ശരീരത്തിലേക്ക്, മനുഷ്യ ശരീരത്തിന്റെ ആ ഷേപ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ മെലിഞ്ഞുണങ്ങിയ ശരീരത്തിലേക്ക് അവർ ഉപയോഗിക്കുകയാണ് അല്ലേ? എത്ര ആൾക്കാര് വലിയ ലഹരി ഉപയോഗിച്ച് മിടുക്കന്മാരായിട്ട് ഇത് നടപ്പുണ്ട്. വൈദ്യശാസ്ത്രം പറയും, രാസലഹരികള്, സിന്തറ്റിക് ലഹരികള്, ഉണ്ടാക്കിയെടുക്കുന്ന രാസവസ്തുക്കളാൽ നിർമ്മിതമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും തിരികെ വരില്ല എന്ന് പല ഡോക്ടർമാരും ഒക്കെ ക്ലാസ്സുകളിൽ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് പുച്ഛം തോന്നി. കാരണം നമ്മൾ കണ്ട ലഹരി ബ്രാൻഡിയും കള്ളും ചാരായവും കഞ്ചാവും ഒക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെയുള്ളവരാരും ഈ ഭൂമിയിൽ ഇടഞ്ഞില്ലാതായിട്ടില്ല. വൈദ്യശാസ്ത്രം പറഞ്ഞ അന്ന് ഡോക്ടർമാര് പറഞ്ഞത് 5 വർഷത്തിനും 10 വർഷത്തിനും ഇടയിൽ ഈ കുട്ടികളെല്ലാം ഈ ഭൂമിയിൽ മരിച്ചു വീഴുമെന്ന് പറഞ്ഞു. ഞങ്ങള് അതൊന്നും വലിയ കാര്യമാക്കിയില്ല. ഞാൻ ഓർക്കുന്നത് കോട്ടയം CMS കോളേജിൽ വിളിച്ചു ചേർത്ത ഒരു ക്ലാസ്സില്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ക്ലാസ്സില്, കോളേജിൽ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറാണ് പഠിപ്പിച്ചത്, ഈ കുട്ടികളൊക്കെ ഈ ലോകത്ത് പെട്ടെന്ന് മരണപ്പെട്ടു പോകുമെന്ന്. ഈ ആമ്പാന്റെ പോലെ പിടഞ്ഞ് മരിക്കുമെന്ന് കരുതി ഞങ്ങള്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു നമ്മുടെ കുട്ടികളുടെ മരണം. ഞാൻ ഓർക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം, ഇത്തരത്തിലുള്ള കുട്ടികളുടെ മരണങ്ങള് ഇന്ന് നമ്മൾ പത്രം വായിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ കണക്കുകൾ കിട്ടും. ഓരോ സ്ഥലത്തും രാസലഹരികൾ ഉപയോഗിച്ചു പോയി മരണപ്പെടുന്ന, അപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്ന കുട്ടികളുടെ കണക്കുകള്, ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ കണക്കുകള്, ഇതൊക്കെ നോക്കുമ്പോൾ സത്യമാണ്. 5 വർഷം പോയിട്ട് 3 വർഷവും 2 വർഷം പോലും ഈ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല. പല രീതിയില് പല ഇടങ്ങളില് ഇത്തരത്തിലുള്ള കുട്ടികൾ ജീവിതങ്ങൾ അവസാനിപ്പിച്ച് കളയുന്നു. അത് സത്യമാണ്. വൈദ്യശാസ്ത്രം കള്ളം പറയില്ല എന്ന് എനിക്ക് ബോധ്യമായി. എനിക്കെന്തേ പറയാനുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങളെ നോ പറയാൻ പഠിപ്പിക്കണം. നോ പറയാൻ പഠിപ്പിക്കണം. എന്റെ അമ്മയുടെ കണ്ണ് നനയിക്കുന്ന, എന്റെ പപ്പയെ വിഷമിപ്പിക്കുന്ന, എന്റെ അധ്യാപകർക്ക് നൊമ്പരം നൽകുന്ന അനുഭവമാണ് നമ്മുടെ മക്കളുടെ കൂട്ടുകാരിലൂടെ ലഭിക്കുന്നതെങ്കിൽ അത്തരം കൂട്ടുകെട്ടുകളോട് നോ പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇത് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്ക് മാത്രമല്ല, അത് മാതാവിനും പിതാവിനും ഉള്ളതാണ്. നമുക്കെന്താ സംസാരിക്കാൻ മടി? നമുക്കെന്താണ് വിലപിടുത്തം? നമ്മളൊന്നും പറയില്ല, ഒരു കാര്യവും പറഞ്ഞു കൊടുക്കേണ്ടത് പറയില്ല. നമ്മളിങ്ങനെ വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ചോദിക്കുന്നത് എന്താ? വരുമ്പോഴേ ഇന്നെന്താ പഠിപ്പിച്ചേ? ടീച്ചർ അടിച്ചോ, വഴക്ക് പറഞ്ഞോ? അല്ലേ? നമുക്കതൊക്കെ അറിയാൻ മതി. ശാസനയും ശിക്ഷയും ഏറ്റുവാങ്ങി ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ചവരാ നമ്മളൊക്കെ. പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചവരാ നമ്മൾ. ഇന്ന് എത്ര കുട്ടികള് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ തകർന്നു പോകുന്നു. ബുധനാഴ്ച, കഴിഞ്ഞ മുമ്പത്തെ ബുധനാഴ്ച ഞാൻ ഇരാറ്റുപേട്ടയിൽ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞു. ഇതിലെ ഞാൻ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം പോകുന്നത്. ഞാൻ പതിനേകാരം ക്ലാസ് ചെയ്യുന്ന സമയത്ത് വൈകിട്ട് വിളിച്ച് പറയുന്നു, ചില പച്ചക്കറി മേടിച്ചോണ്ട് വന്നേക്കണം, നാളെ കറി വെക്കാനൊന്നുമില്ല. ഞാൻ ഉള്ളതാണ് പറയുന്നത്. അതാണ് ഇങ്ങനെ പറയുന്നത്. അല്ല, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ നിൽക്കാൻ എനിക്ക് നാടൻ ഭാഷ. എന്റെ ഭാര്യയെ വിളിച്ച് പറയാം. ഞാൻ പറഞ്ഞു മേടിച്ചേക്കാം. കടയിൽ ഞാൻ അടച്ചു കാണുമോ എന്ന് മനസ്സിലിങ്ങനെ തോന്നി. എന്തായാലും ചെന്നത് നമ്മുടെ സുലഭയുടെ ഇപ്പോഴുള്ള KMC എന്ന് പറഞ്ഞ പച്ചക്കറി കടയിലാണ്. അവിടെ വണ്ടി ഒതുക്കി വെക്കാൻ കടയുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കടയാണ്. അവിടെ ചെന്ന് വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ഒരു അനുജൻ വിളിക്കുകയാണ്, പോലീസുകാരനാണ്. അവൻ വരുന്നത് അവിടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. എങ്കിൽ അത് വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. പച്ചക്കറിക്ക് മേടിച്ച് അവിടെ നിൽക്കുമ്പോൾ അവൻ വന്നു. അവനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ഒരു ഫോൺ വരികയാണ്. കരച്ചിലേക്കാം ഫോണിലൂടെ, ഭയങ്കര കരച്ചിലാണ്. സ്ത്രീയുടെ കരച്ചിലേക്കാം, ആണുങ്ങളുടെ വണ്ടിയുടെ ഒച്ച കേൾക്കാം. ഇതാണ് ഒരു ആക്സിഡന്റ് ആയിരിക്കും. ഞാൻ ചോദിച്ചിട്ടൊന്നും മറുപടി പറയുന്നില്ല. കുറെ നേരം കഴിഞ്ഞപ്പോൾ മറുപടി വരുന്നത്, സാറേ ഞങ്ങൾ പാതാമ്പുഴ മുരിങ്ങാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തൊന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്ന കാര്യം ഇന്നലെ പറഞ്ഞത്, എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് ഇതുവരെ വീട്ടിൽ വന്നില്ല. അന്നേരം സമയം 7:30 ആയി.
ഞാൻ ചോദിച്ചു എവിടെ പഠിക്കുന്നതാണ്? കുഞ്ഞാറ് പഠിക്കുന്ന കുട്ടിയാണ്. എത്രാം ക്ലാസ്സിൽ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്നൊരു വിഷമമായി അല്ലേ? നമ്മുടെ മക്കള് എത്തേണ്ട സമയമായിട്ടും എത്തിയില്ലെങ്കിലും എവിടെയാണെന്ന് അറിയത്തില്ലാതെ നമ്മുടെ കൺവെട്ടത്തെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തില് ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നമ്മളെ അനുഭവിക്കുന്ന മാനസിക വിഷമമുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വാ, പെട്ടെന്ന് ഫോട്ടോയൊക്കെ കൊണ്ടുവരണം, പെട്ടെന്ന് സ്റ്റേഷൻ വന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്തു. ഞാൻ പച്ചക്കറിയും വാങ്ങി അവരോട് യാത്രയും പറഞ്ഞ് വണ്ടിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നല് അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. കാരണം ഞാനൊരു അപ്പനാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു പിതാവ് അനുഭവിക്കുന്ന വിഷമത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അവരുടെ കരച്ചില്, അവരുടെ 2 ചേച്ചിമാര് അലറി കരയാണ്. ആ പെൺകുട്ടികളുടെ കരച്ചിൽ എനിക്ക് കേൾക്കാം. പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. എന്റെ വീട് സുരക്ഷിതമാണ്. അവിടെ അപ്പച്ചനും അമ്മച്ചിയും ഭാര്യയും 2 മക്കളുമുണ്ട്. അവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ സമയത്ത് കാണാതെ വരുമ്പോൾ ഒരു അമ്മയും അമ്മനും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി കൊട്ടാരമറ്റ സ്റ്റാൻഡിലേക്ക് സ്പീഡിൽ ഓടിച്ചു പോയി. ഞാൻ ഓടിച്ചപ്പോൾ അവിടെ പൂരാപൂരിലാണ്. 9 മണി കഴിഞ്ഞു. അവിടെ ഞാൻ പെട്ടെന്ന് വണ്ടിയെ സ്റ്റാൻഡിന്റെ നടുക്കോട്ട് കയറ്റിയിട്ടിട്ട് ഞാൻ ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് ഞാൻ ഇറങ്ങി നടന്നു ചെന്നു. പലരും എന്നെ രൂക്ഷതയോട് നോക്കുന്നുണ്ട്. കാരണം ആരാണ് ഇവൻ ഈ സമയത്ത് ഇതിലെ ലൈറ്റൊക്കെ ഇട്ട് വന്ന് പരിശോധിക്കാൻ ആരാന്നുള്ള ഭാവത്തിൽ അടി കിട്ടാതെ നോക്കിയാണ് ഞാൻ അതിനെ കയറി ഇറങ്ങി പോയത്. കാരണം കള്ളുകുടിയന്മാരുടെ കേന്ദ്രമാണെന്ന് എനിക്കൊന്ന് മനസ്സിലായി. അവിടെ ആ സമയത്ത് ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ കൊച്ചുണ്ടോന്ന് അറിയാതെ ഓടിയൊന്ന് നോക്കി. അവിടെ അവനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നിയപ്പോഴും തിരിച്ചു വീണ്ടും ഇറങ്ങിയപ്പോഴും ചങ്കിൽ ആദിയായി ഈശ്വര, ഇതുപോലുള്ള ഏതെങ്കിലും കൂട്ടത്തിൽ ആ കുട്ടി ചെന്ന് പെട്ടാലോ. പെട്ടെന്ന് ഞാൻ വണ്ടി എല്ലാം ഇട്ടുകൊണ്ട് വഴിയുടെ സൈഡിൽ തപ്പി നേരെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലെ സ്റ്റാൻഡ് താഴത്തെ വെളിച്ചെന്ന് നോക്കി. അവിടെയില്ല. ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വണ്ടി ഓടിച്ചു വന്നു. അവിടുത്തെ നമ്മുടെ സെക്യൂരിറ്റിക്കാർക്ക് എന്നെ അറിയാമെന്ന് വിനോദ് സാറെന്ന് പറഞ്ഞിറങ്ങി ഓടി വന്നു. ഞാൻ പറഞ്ഞൊരു കുട്ടി മിസ്സിംഗ് ആണ്, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. പെട്ടെന്ന് അവർ 5-6 പേരും നേഴ്സുമാരുൾപ്പെടെ, വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നോക്കാം സാറേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഓടി നടന്ന് നോക്കി. ആ കുട്ടി അവിടെ ഉണ്ടായില്ല. പെട്ടെന്ന് നമുക്ക് അന്നൊരു ആദി കൂടുകയാണ്. അവര് പോലീസ് സ്റ്റേഷൻ അപ്പോൾ എന്നെ സ്റ്റേഷനിൽ വിളിച്ചത് സാറേ. ഞാൻ പറഞ്ഞു ഞാൻ നോക്കുന്നുണ്ട്. ഞാനിപ്പോ ഗവൺമെന്റ് ആശുപത്രി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞാൻ ഇറങ്ങി നമ്മുടെ ടൗൺ സ്റ്റാൻഡൊക്കെ നോക്കി, കുരിശുപള്ളിയുടെ പുറകുവശത്ത് നോക്കി, കാർ ഓടിച്ചാൽ നോക്കുന്നേ. കാരണം ഇവരുടെ യൂണിഫോമിന്റെ നിറം എനിക്കറിയാം. ഞാൻ ആ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വന്ന് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. ഞാൻ പതിയെ SRTC സ്റ്റാൻഡിലേക്ക് പോകുന്നു. അവിടെ നോക്കിയപ്പോൾ നമ്മുടെ ഈരാറ്റുപേട്ടയ്ക്കുള്ള ബസ് നിർത്തുന്ന ബസ് സ്റ്റോപ്പിൽ ഒരു കൊച്ച് അവിടെ ഒരു ബാഗിന്റെ മണ്ടൽ തല വെച്ച് നിന്ന് ഉറങ്ങുകയാണ്. എനിക്ക് യൂണിഫോം കണ്ടപ്പോഴേ മനസ്സിലായി ഇത് അവനാണെന്ന് മനസ്സിലായി. ഞാൻ ഓടിച്ചെന്ന് മോനെ എന്ന് അവനെ വിളിച്ചു. അവൻ തല ഉയർത്തി നോക്കി. ഞാൻ പറഞ്ഞു, മോനെ നീ എന്താ വീട്ടിൽ പോകാൻ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ പറഞ്ഞു എനിക്ക് എടുത്ത് വായിക്കാൻ മറുപടി പറഞ്ഞത് എനിക്കിഷ്ടമല്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ പറഞ്ഞ മറുപടി, ഞാൻ ആരാന്ന് പോലും അറിയാതെ അവൻ പറഞ്ഞ മറുപടി, എനിക്ക് വീട്ടിൽ പോകാൻ ഇഷ്ടമല്ല. എനിക്ക് പെട്ടെന്ന് സങ്കടം തോന്നി. ഞാൻ അവന്റെ കൈ മോനെ എണീറ്റ് ആ ബാഗ് മേടിച്ച് ഞാൻ കൈ പിടിച്ച് എന്റെ കാറിന്റെ അകത്തേക്ക് വെച്ചു. നിന്റെ വീട്ടിൽ പോകാൻ ഇഷ്ടമല്ലെന്ന് പറയുന്നത് നിന്റെ പപ്പയും അമ്മയും നിന്റെ ചേച്ചിമാരും പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നത് കരയാണ്. അപ്പോൾ ചോദിച്ചു ആരാണ്? ഞാൻ പറഞ്ഞു ഞാനെന്റെ പോലീസാണ്, നിന്നെ കാണാതിട്ട് അന്വേഷിച്ചിറങ്ങി വന്നതാണ്. അപ്പോൾ അവൻ ശാന്തനായി. ദൂരം അവന് ഭയങ്കര കലിപ്പിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ ശാന്തനായി. ഞാൻ ചോദിച്ചു മോനെ നീ വല്ലതും കഴിച്ചോ? ഇല്ല. ആ പുറകുവശത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിക്കാരൻ ഇതെല്ലാം കണ്ടോണ്ട് നിൽപ്പുണ്ട്. ആ ബേക്കറിക്കാരോട് ഞാൻ പറഞ്ഞു ഇവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അയാൾ ഒരു പപ്സ് കൊണ്ടുപോയി കൊടുത്തു. അവൻ പെട്ടെന്ന് അത് കഴിച്ചു. ഒരു ജ്യൂസും കൊടുത്തു, അതും അവൻ കഴിച്ചു. അവരോട് ഞാൻ ചോദിച്ചു എന്തിനാ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നേ? എനിക്കിഷ്ടമല്ല സാറേ. ആരെയും 10ാം ക്ലാസ്സുകാരന് അമ്മയെ ഇഷ്ടമല്ല, ചേച്ചിമാരെ ഇഷ്ടമല്ല, അപ്പനെ ഇഷ്ടമല്ല. അപ്പനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അവരുടെ സൗകര്യങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പൈസ ചോദിച്ചു, എനിക്ക് തന്നില്ല. ഞാൻ പൈസ ചോദിച്ചു, എനിക്ക് തന്നില്ല. വീട് വിട്ടിറങ്ങിപ്പോകാൻ ഈ കാലഘട്ടത്തിലെ ഒരു കുഞ്ഞിന്റെ അവസ്ഥയാണ്. കാരണം ഞാനത് ചോദിച്ചോട്ടെ, അങ്ങനെ വീട് വിട്ടിറങ്ങിപ്പോകാനായിരുന്നെങ്കിൽ ഇന്ന് എത്ര പേര് ഇവിടെ കാണുമായിരുന്നു? നമുക്ക് ചോദിച്ചതൊക്കെ നമ്മുടെ മാതാപിതാവ് തന്നിരുന്നോ? എന്താണ് ഇവിടെ പ്രശ്നം? ജീവിതത്തില്
ഇല്ല എന്ന് പറയുമ്പോൾ, വേണ്ട എന്ന് പറയുമ്പോൾ അതിനെ തരണം ചെയ്യാൻ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാവുന്നില്ല. പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാൻ നമ്മൾ വലിയ അഹങ്കരിച്ച് നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മക്കൾക്ക് പോലും ആകത്തില്ലെങ്കിൽ നമ്മൾ എന്ത് വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഞാനും നിങ്ങളുമൊക്കെ എന്തിനെയെല്ലാം തരണം ചെയ്താണ് ഇന്ന് ഈ ക്ലാസ് റൂമിൽ വന്നിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ നമുക്ക് ചോദിച്ചതൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാർ തന്നോ? ഇരിപ്പ് ഉണ്ടാകൊക്കെ എല്ലാം കിട്ടിയതാണ്. എത്ര ജോലി പ്രസന്റ് ആയിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ? പറയുക, നമ്മളാരും പറയില്ല. 4-5 കാണും. എന്നാൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം ഇരിക്കുന്ന ചേച്ചിക്ക് 6 ഉണ്ടായിരുന്നെങ്കിലും ഈ ഭാവം നമുക്ക് അല്ലേ? ഇനി അതും നമ്മുടെ മക്കള് കേട്ടാൽ മമ്മിക്ക് 5 ജോലി ഉണ്ടായിരുന്നല്ലോ. കുറച്ചില്ല നമുക്ക് കുറച്ചില്ല. മക്കളുടെ മുന്നിൽ നമ്മൾ ചെറുതായി പോകില്ല. തന്റെ ഇല്ലായ്മകൾ പറഞ്ഞാൽ, തന്റെ വല്ലായ്മകൾ പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ മറ്റുള്ള സമൂഹത്തിന്റെ മുന്നിൽ ചെറുതായി പോകുന്നൊരു തോന്നലാണ് നമുക്ക്. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മളൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ വളർന്നു വന്ന വഴിയെ കുറിച്ചൊന്നും മക്കളോട് പറയാറില്ല. അവരോട് പറയണം, നിങ്ങളുടെ ഐക്യമല്ല ഈ കുട്ടികളുടെ. നിങ്ങളെ ഇംഗ്ലീഷ് എത്രാം ക്ലാസ്സിലാണ് പഠിച്ചേ? 5-ലല്ലേ? 4-ലോ 5-ലോ അല്ലേ? നമ്മുടെ മക്കൾ എത്രാം ക്ലാസ്സിലാണ് പഠിച്ചേ? LKG അംഗൻവാടി വീട്ടിലുള്ള അവിടെ ABCD പഠിപ്പിക്കുന്ന ടീച്ചർ. അവർക്കറിയാം, അവർക്ക് ഞങ്ങളെക്കാളും ബോധമുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഇതാണ് നമ്മുടെ അവസ്ഥയെന്ന്. കുഞ്ഞുങ്ങൾ കേൾക്കും, ആദ്യമൊക്കെ പറയും, അമ്മ കത്തി തുടങ്ങി, പലമ്പുരാണം തുടങ്ങി. ഇതൊക്കെ പറഞ്ഞോട്ടെ. 2 ദിവസം കേൾക്കും, 3-ാമത്തെ ദിവസം പറയും, അമ്മ ഇത് കേൾക്കണ്ട, ഈ അമ്മ അത് പറയിപ്പിക്കണ്ട. ഇനി അങ്ങനെ ഒരു വാക്ക് അമ്മയുടെ വായിന്ന് ഞാൻ ചെയ്ത പ്രവൃത്തികളിൽ ഉണ്ടാകാൻ പാടില്ല. അവര് നമ്മളെക്കാരും വിവരമുണ്ടെന്നേ. എല്ലാ കാര്യങ്ങളും പഠിക്കുന്നില്ലേ? ഒരു മൊബൈല് കേടായാൽ നിങ്ങൾ എന്താ പറയുന്നേ? അതിലൊക്കെ ചേച്ചി വന്ന് ഷോടി എന്റെ ഫോൺ കേടായി, അവന്റെ കൂടെ അവനിപ്പോ ശരിയാക്കും. അവനിങ്ങനെ എടുക്കുന്നത് ടക്ക് ടക്ക് ടക്ക്. ഒരു ഷോറൂമിലും പോണ്ട, ഒരിടത്തും പോണ്ട. അതായത് നിങ്ങളുടെ കൂട്ട് തലയല്ല മക്കളെ. അവരുടെ ജനറേഷൻ എത്ര കഴിഞ്ഞു വന്നു. പണ്ടൊക്കെ ഒരു ജനറേഷൻ ഗ്യാപ് എന്ന് പറയുന്നത് 25 വർഷം എന്നൊക്കെ പറയുന്നത്. 5 വർഷം പോലും വേണ്ട, അത്രയ്ക്ക് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും പുതിയ കണ്ടുപിടുത്തങ്ങള്, പുതിയ ഡിവൈസുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന യുഗത്തിലെ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എന്തിനാ പിന്നെ നമ്മുടെ മക്കളെ പിടിച്ചു കെട്ടുന്നത്? അവരോടൊന്നും പറയാതെ, ഒന്നും അറിയിക്കാതെ, പറയേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ സ്വയം പറയാണ്, ഞാൻ എന്റെ കുഞ്ഞിനെ എന്തുമാത്രം സ്നേഹിച്ചതാണെന്നറിയാമോ? സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് അനുഭവേദ്യമാകുന്നില്ല അമ്മയുടെ സ്നേഹം, പപ്പയുടെ സ്നേഹം. അങ്ങനെ ഉണ്ടെങ്കിൽ 18-ാമത്തെ വയസ്സില് ഏതെങ്കിലും ഒരു ഹായ് എന്ന് പറയുമ്പോൾ, നീ സുന്ദരിയാണ്, നീ സുന്ദരനാണെന്ന് പറയുമ്പോൾ, ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നേഹത്തെക്കാൾ വലുത് അതായിട്ട് കുഞ്ഞുങ്ങൾക്ക് തോന്നുമായിരുന്നില്ല. നമ്മൾ പ്രകടിപ്പിച്ചിരുന്നില്ല. നമ്മളിങ്ങനെ ഉള്ളിക്കൊണ്ട് നടന്നു. മകൾക്ക് വേണ്ടി സമ്പാദിച്ചത് ആരോടും പറയാതെ ഉള്ളിക്കൊണ്ട് നടന്നു. അതിൽ സ്നേഹമുണ്ടായിരുന്നു. അതുപോലും ഞാൻ പ്രകടിപ്പിച്ചില്ല. ചങ്ക് തല്ലിക്കൊണ്ട് പല അപ്പന്മാരും വന്ന് പറയാറുണ്ട്, സാറിന് അറിയാമോ ഞാൻ എന്റെ മോളെ എത്രമാത്രം സ്നേഹിച്ചതാണ്. തിരിച്ചു പറയണമെന്നുണ്ട്. അതെനിക്കല്ല മനസ്സിലാക്കേണ്ട, മകൾക്ക് മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറയാനുണ്ട്. പക്ഷെ ചങ്ക് പൊട്ടി നിൽക്കുന്ന അപ്പനോട് ഞാൻ അപ്പനായെന്നത് പറയില്ല. ആശ്വസിപ്പിക്കുക, ഇതൊന്ന് പ്രകടിപ്പിക്കുക. നമ്മളവർക്ക് സാറ് പറയുന്ന പോലെ പ്രകടിപ്പിക്കുക. ഞങ്ങളെ അടുത്താരും പ്രകടിപ്പിച്ചില്ല, എന്റെ അപ്പനും അമ്മയൊക്കെ നിന്നെ സ്നേഹിക്കുന്നത് പറഞ്ഞില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഇന്ന് അങ്ങനെയാണല്ലോ എല്ലാവരും നേരെ ഓപ്പോസിറ്റല്ലേ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ആ സാഹചര്യമായിരുന്നു നമ്മുടെ കുടുംബത്തിൽ. ഞാനീ പറഞ്ഞതുപോലെ എല്ലാം ചർച്ച ചെയ്യുന്ന വേദിയായിരുന്നു കുടുംബം. കുശുമ്പും കുറ്റായ്മയും അല്ലേ? നമ്മുടെ ഇല്ലായ്മകള് അമ്മ നമ്മളോട് പറയണമായിരുന്നു. ഒരു പുതിയ ഉടുപ്പ് മേടിച്ചാൽ പൈസ ഇല്ലെന്ന് നമുക്കറിയാമായിരുന്നു. നമ്മുടെ വീടിന്റെ ബഡ്ജറ്റ് എന്താണ് അല്ലേ? ചോദിച്ചാൽ കിട്ടില്ല എന്നറിയാം. കാരണം അപ്പന്റെ പൈസ ഇല്ല. അപ്പൊ പണിക്ക് പോയിട്ട് ഒരാഴ്ചയായി, കച്ചവടം നടക്കുന്നില്ല, മഴയാണ്, റബ്ബർ വെട്ടുന്നില്ല. നിങ്ങൾക്ക് മഴയാണോ റബ്ബർ വെട്ടുന്നതല്ല അറിയാമോ?
ഒന്ന് അറിയിക്കുന്നു. നിങ്ങൾ പറ, നമ്മളെക്കാൾ ബ്രില്യൻ്റ് ആണ്. കുടുംബത്തെ കുറിച്ച് നിങ്ങൾ ABCD പഠിപ്പിച്ച് പുതിയ അക്ഷരങ്ങൾ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം നേടാൻ മാത്രം പഠിപ്പിക്കാതെ, അത് മാത്രമല്ലെന്നേ, ജീവിതത്തിൽ വിജയിക്കേണ്ടവര്, ജീവിതത്തില് മുഴുവൻ പ്രശ്നം. ഞാൻ എല്ലാ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഞാൻ പ്രിൻസിപ്പൽമാരോട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു CBSE സ്കൂളിൽ ചെന്നു. ഞാൻ എത്ര വർഷമായി സ്കൂൾ പറയുന്നത്? 22 വർഷം. ഞാൻ ചോദിച്ചു, ഇവിടെ പഠിച്ചിട്ട് പോയ കുട്ടികളുടെ അവസ്ഥ എന്താ? എത്ര IPSകാരുണ്ട്, എത്ര ASകാരുണ്ട്, IFSകാർ എത്ര പേരുണ്ട്, ഡോക്ടർമാർ എത്ര പേരുണ്ട്, എഞ്ചിനീയർമാർ എത്ര പേരുണ്ട്, അധ്യാപകർ എത്രയുണ്ട്, പോലീസ് അധികാരികൾ എത്രയുണ്ട്? കണക്കില്ല. പ്രശ്നത്തെ മാത്രം. ഈ കുഞ്ഞുങ്ങളൊക്കെ ഏത് വഴിക്ക് പോയി, എവിടെ ചെല്ലുന്നു? ഒരു ഫീഡ്ബാക്ക് വേണ്ടേ? വേണം. A+കളുടെ എണ്ണം കൂട്ടുന്നവരല്ല. ജീവിതത്തിൽ മക്കൾ വിജയിക്കണം, ജീവിതത്തിൽ വിജയിക്കണം. അതിന് ദൈവാനുഗ്രഹം ഉണ്ടാകണം, ദൈവഭയം ഉണ്ടാകണം. പറഞ്ഞു പോയത് ഒരുപാട് പറയുന്നത്, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ദൈവഭയത്തിന് മക്കളെ വളർത്തുക, ഈശ്വര വിശ്വാസത്തിന് മക്കളെ വളർത്തുക. കൂടുതലൊന്നും നിങ്ങൾ ആലോചിക്കുന്നു. മക്കളെ കൊണ്ട് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അവര് പഠിച്ചോളൂ, അവര് പഠിച്ചോളൂ. നിങ്ങൾ A+ന് വേണ്ടി മാത്രം പഠിപ്പിക്കരുത്. A+ന് മൊത്തം വാരിക്കൂട്ടിയ കുട്ടിയുടെ അവസ്ഥ കണ്ടു. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 10ാം ക്ലാസ്സിൽ ഇവിടെ കഴിയുന്ന കുട്ടി താഴെ പോയി +2 പഠിച്ച് പൂർത്തിയാക്കി പിന്നീട് പോകുന്നത് കേരളത്തിന് വെളിയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്കാണ് പഠിക്കാൻ പോകുന്നത്. അവിടെ അവർ വിജയിക്കണം. പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അവരുടെ മുന്നിൽ. ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് അവരവിടെ വിജയിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആ മക്കൾക്ക് വേണ്ടി നല്ല നിലയിൽ എത്തുന്നതിന് വേണ്ടി അവരുടെ ഭാവിയെ കുറിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ കാണണം. നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ മക്കളോട് പങ്കുവെച്ചുകൊണ്ട് ദൈവഭയത്തില്, ദൈവവിശ്വാസത്തില് മക്കളെ വളർത്തുവാൻ നമ്മൾ തയ്യാറാവുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ലഹരിയുടെ കലവലയത്തില് ഇന്ന് കേരളം മൊത്തം കുടുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തില് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരുണ്ടായ യുവജനങ്ങൾ തമ്മിലുണ്ടായ ഒരു സംഘട്ടനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന പോലീസുകാർക്കുണ്ടായ ദുരവസ്ഥയെ കുറിച്ച് നിങ്ങൾക്കറിയാം. 3 പോലീസ് വാഹനങ്ങൾ തച്ചുടച്ച് കളഞ്ഞ് പോലീസുകാരെ മൃഗീയമായി മർദ്ദിച്ച് അടിപിടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ. ആ പിള്ളേരുടെ ഫോട്ടോ കാണുന്നത് എന്താ തോന്നുന്നത്? എത്ര മിടുക്കന്മാരായ സുന്ദരന്മാര നാളുകളിൽ ഈ നാടിനെ നയിക്കാൻ പ്രാപ്തരായ യുവജനങ്ങള് കാരാഗ്രഹത്തിലേക്ക് പോകുന്നു. വേണോ? നമ്മൾ തീരുമാനിക്കുക. ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് നമ്മുടെ മക്കളെ പോകാതിരിക്കാൻ, അവരോട് തുറന്ന് സംസാരിക്കുവാനും അവരെ കേൾക്കുവാനും കഴിയുന്ന ഒരു മാതാവും പിതാവുമായിട്ട് നമുക്ക് മാറാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എന്നെ ഇത്ര നേരം കേട്ട എന്റെ മാതാപിതാക്കന്മാരായ സഹോദരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ വിദ്യാലയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏകദേശം 1 മണിക്കൂർ നിശ്ചയമായി പറഞ്ഞതൊന്നും എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഇനിയും പറയാൻ ഒരുപാട് ബാക്കിയുണ്ട്. ഇനിയുള്ള വേദികളിൽ എവിടെയെങ്കിലേക്ക് വെച്ച് ഇനിയും കാണാം. ഒരു കാര്യം കൂടി പറയുകയാണ്, പറയാതിരിക്കാൻ വയ്യ. വാഹനാപകടങ്ങളുടെ എണ്ണം കൂടുമ്പോൾ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് രാജ്യം നൽകുന്ന നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കുവാന്, മാതാപിതാക്കന്മാരെ മക്കൾക്ക് മാതൃകയായി മാറുവാന്. അറിയാലോ, ഹെൽമെറ്റ് ധരിച്ച് വണ്ടി ഓടിക്കാവുള്ളൂ, ബൈക്ക് ഓടിക്കാവുള്ളൂ. സീറ്റ് ബെൽറ്റ് ഇട്ട് വാഹനം ഓടിക്കണം. 2 പേരെ വെച്ച് ബൈക്ക് ഓടിക്കുമ്പോൾ 2 പേര് ഹെൽമെറ്റ് വെക്കണം. 18 വയസ്സാണ് ലൈസൻസ് എടുക്കുന്നതിനുള്ള പ്രായപരിധി. ഇതൊക്കെ ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു മകളോ വണ്ടി ഓടിച്ചാൽ, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി ഓടിച്ചാൽ എന്താണ് പുതിയ നിയമമെന്ന് നിങ്ങൾക്ക് അറിയാമോ? കുറ്റം ശിക്ഷയിക്കുന്നത് അറിയാമോ? അറിയാമോ? പറ. ആർക്കാണ്? കൊച്ചിനോ? കൊച്ചിനെല്ലാം പറയുന്നത് കേട്ടോ? അവിടെ പറഞ്ഞത് കേട്ടോ? അതേ കേട്ടോ? KSRTC ഡ്രൈവറൊക്കെ ഓടിയിട്ടുണ്ട് കേട്ടോ? 25,000 രൂപ രജിസ്റ്റർ ഓണർക്ക് ഇവിടെ തടവ്, 3 വർഷം തടവ്. ഏതെങ്കിലും ഒന്നേ ഉള്ളൂ കേട്ടോ, 2 കൂടെ ഇല്ല. ഏതെങ്കിലും ഒന്നാ 25,000 രൂപ ഫൈൻ വണ്ടിയുടെ ഓണർക്ക്. വാഹനം ഓടിച്ച കൊച്ചിന് 5,000 രൂപ. പിന്നെ ഒരു ബോണസ് ഞാൻ ഉണ്ട്, പുതിയ ഓഫർ, പുതിയ നിയമം അനുസരിച്ച് ഓഫറുകൾ തരുന്നുണ്ട്. ലൈസൻസ് എടുക്കാനുള്ള പ്രായപരിധി എത്രയാ? എത്ര വയസ്സിലാണ് ലൈസൻസ് കിട്ടുന്നത്?
അറിയത്തില്ല, അതും അറിയുന്നില്ല. ഇതെന്താണ് 18 വയസ്സിൽ ലൈസൻസ് എടുക്കുക? അറിയാമോ? അമ്മച്ചിമാരെ അറിഞ്ഞിരിക്കുക. മക്കള് കയറും അമ്മയെന്ന് പറയുമ്പോൾ ഓടിച്ചത് വൈകിട്ട് പറയും കയറാതെ ഒന്ന് അറിഞ്ഞിരിക്കുക. 18 വയസ്സാകുമ്പോൾ ലൈസൻസ് എടുക്കാൻ അനുവാദം. അപ്പൊ ഈ ഓഫർ വരുമ്പോൾ എന്താണെന്നറിയാമോ? ഓഫർ വരുമ്പോൾ കിട്ടുന്നത് ലൈസൻസ് ഇല്ലാതെ കൊച്ചു വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുന്ന കൊച്ചിന് 5000 രൂപ, അപ്പന് 25,000 രൂപ, അല്ലെങ്കിൽ 3 വർഷം നടന്നു. അപ്പനല്ല, അമ്മയ്ക്കാണ്. രജിസ്റ്റർ ഓണർ ആരാണ്? അവർക്ക് എളുപ്പമല്ല. അപ്പനായതുകൊണ്ട് അമ്മ പറഞ്ഞേക്കരുത്, ഇത് അമ്മമാർക്കെന്ന് പറഞ്ഞത്. നാളെ ഞാൻ അന്ന് പിടിക്കുമ്പോൾ ഞങ്ങൾ 9 കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈരാക്കി വിട്ടത് 9 കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓഫർ എന്താണെന്ന് അറിയണോ? 18 വയസ്സാണ് ലൈസൻസ് എടുക്കേണ്ട പ്രായപരിധി. ഓഫർ 25 വയസ്സിലേക്ക് ഉയർത്തുകയാണ്. 7 വർഷം കൂടെ കഴിഞ്ഞാൽ അവന് ലൈസൻസ് എടുക്കാൻ പറ്റും. അവനോ അവൾക്കോ തീരുമാനിക്കും. മക്കളെ പുറകെ കയറിയിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഓർത്തോടുക. 18-ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുക്കേണ്ട പയ്യന് 7 വർഷം കൂടെ കാത്തിരിക്കണം. 25 വയസ്സ് പൂർത്തിയാകണം. പുതിയ നിയമം ഞങ്ങള് 9 പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട് പണി. അതുകൂടെ പറഞ്ഞേക്കാം. അതുകൊണ്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. നിരവധി കുട്ടികളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടു പോകുന്നത്. നിരവധി കുട്ടികളാണ് ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത്. അതിദാരുണമായ മരണം. എൻ്റെ മോള് LKG പഠിക്കുന്ന സമയത്ത് സുബിൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. സുബിൻ എൻ്റെ വീടിന് തൊട്ടപ്പുറയുള്ള ഈ ചെറുക്കനെ മാത്രമേ ഞാൻ അറിയുള്ളൂ. ഞാൻ സ്കൂളിലേക്ക് ചെല്ലും. ഇവരെ കുറെ കുട്ടികളെ ഒന്നിച്ച് പഠിക്കുന്നവരാണ്. ഞാൻ വണ്ടിയിലൊക്കെ കൊണ്ടുവരുമ്പോഴേ മോള് ഇവിടെ കാണുമ്പോൾ സുബിനെ വണ്ടിയിൽ ഇരുന്നത് ഒച്ച വിളിക്കും. നമ്മൾ എനിക്ക് ഉണ്ടായിരിക്കും. അവിടെല്ല നമ്മൾ ചെല്ലുന്നത്. അവിടുന്ന് സുബിൻ എടി ചിപ്പിയെ വിളിയ മോളെ ചിപ്പി അറിയാം. എടി ചിപ്പിയെ വിളിക്കും. ഇത് എവിടെ വെച്ച് കണ്ടാലും ചുമ്മാ ഇവര് വഴിയെ പോകുമ്പോഴൊക്കെ എടാ സുബിനെ എടി ചിപ്പി ഈ വിളിയ. അപ്പൊ ഞങ്ങൾക്ക് ഇത് തമാശയായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ സ്റ്റാൻഡിൽ കൂടെ ഒരു ദിവസം ടൗണിൽ കൂടെ പോകുമ്പോൾ സുബിനും അവന്റെ മമ്മിയും കൂടെ ഒരു കടയിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പൊ ഞാൻ ഇവിടെ റോഡിൽ പറഞ്ഞു ആട്ടറി സുബിൻ പോകുന്നു. ഇവളെ വിളി കേൾക്കാൻ ഇവിടെ ആ ടൗണിൽ വെച്ച് എടാ സുബിനെ എന്ന് പറഞ്ഞ ഒരു വിളി. ആൾക്കാരെല്ലാം നോക്കുക. അവരവിടെ നോക്കുമ്പോൾ എടി ചിപ്പി ചെയ്ത് വിളിച്ചു. അങ്ങനെ സുബിനെ ഞങ്ങൾക്ക് പരിചയമാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 10 മാസം മുമ്പ് പാലായിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ചാർജുള്ള SI ആയിട്ടിരിക്കുക. അപ്പൊ ഞാൻ വൈകുന്നേരം ഒരു 7-8 അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫോൺ വരികയാണ്. സുബിൻ അവിടെ നിന്ന് പിന്നെ സ്ഥലം വിട്ടങ്ങ് പോയി. എവിടെയെന്ന് പോലും അറിയില്ല. ചിപ്പി 10ാം ക്ലാസ്സിലെത്തി. കഴിഞ്ഞ വർഷം 10ലാണ്. അപ്പൊ സുബിനെ പറ്റി ഒരു വിവരമില്ല. അവര് സ്ഥലം വിട്ട് ഞങ്ങളുടെ അന്ത്യാളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുമ്മണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറിപ്പോയി. പിന്നെ അവരെ പറ്റി ഒരു വിവരം അറിയില്ല. അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ വരികയാണ്. മുത്തോലി പാലത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ആളെ കിടന്നു. ഞാൻ പെട്ടെന്ന് പോലീസ് വണ്ടി പറഞ്ഞു വിടുന്നു. അവിടെ ഞാൻ പറഞ്ഞു അവിടെ അഡ്രസ് ഒക്കെ കളക്ട് ചെയ്തേക്കണേ. സ്വാഭാവികമായിട്ട് പറഞ്ഞത് പറഞ്ഞു. അവർ ചെന്നിട്ട് എന്നെ വിളിച്ചു, സാറേ അഡ്രസ് ഒന്നും കിട്ടിയില്ല. അപ്പൊ വണ്ടി ഓടിച്ച ആളെ ഇങ്ങോട്ട് മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവർ തിരിച്ചു വന്നപ്പോൾ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പറഞ്ഞു തെറിച്ച് കിടപ്പുണ്ടായിരുന്നു. അത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്നു. ഞാൻ ആ നമ്പർ പ്ലേറ്റ് വെച്ച് നമുക്കവിടെ നോക്കാൻ സൗകര്യം ഉണ്ടല്ലോ. പോലീസ് നോക്കിയപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു അഡ്രസ് എനിക്ക് മനസ്സിലായില്ല. ഈ അഡ്രസ് മനസ്സിലാക്കണം. ഞാൻ ഭാര്യയെ വിളിച്ചു ചോദിച്ചു, ഇനി ഈ അഡ്രസ് ഏതാണ്? ഭാര്യ പറഞ്ഞു, അയ്യോ അത് സുബിന്റെ പപ്പയുടെ അഡ്രസ്സാണ്. ഞാൻ പേടിച്ചു. ഞാൻ പെട്ടെന്ന് ഞാൻ തന്നെ വണ്ടി എടുക്കുന്ന നേരെ മെഡിസിറ്റി ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, അവിടെ ആ മോർച്ചറിയുടെ സൈഡിലായിട്ട് ഒരു സ്ട്രക്ചറില് ആ തുണി മാറ്റിയപ്പോൾ ആ നാഷണൽ പെർമിറ്റ് ലോറിയുടെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടു പോയത് 14 വയസ്സുള്ള സുബിനായിരുന്നു. 14 വയസ്സ് പ്രായമുള്ള എൻ്റെ മോടെ കൂട്ടുകാരുടെ മരിച്ചു കിടക്കുന്നത്. നാഷണൽ പെർമിറ്റ് ലോറി ശരീരത്തിൽ കൂടി മുത്തോലി പാലത്തിൽ വെച്ച് കയറി ഇറങ്ങി. 14 വയസ്സുള്ള കൊച്ചു ബൈക്ക് ഓടിച്ച അവസരങ്ങൾ നോക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരും. അതിനെല്ലാം ഞാൻ എല്ലാം നിർത്തുകയാണ്. ഞാൻ നിങ്ങളിൽ ഒരാളായതുകൊണ്ടാണ് എൻ്റെ പേരിൽ സംസാരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടു ഓരോ അമ്മയുടെ കരച്ചിൽ. കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും അവസാനം ഞാൻ പാലേ ഹൈവേ നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് ഫോൺ വരുന്നത്. 2 കുട്ടികളും മീനിച്ചിനാറ്റില് വീണ്ടും മരിച്ചിട്ടുണ്ട്. നമ്മുടെ പറഞ്ഞാണ്. ഞാൻ ഓടി വന്ന് ഞാൻ പെട്ടെന്ന് ഈ അമ്പലക്കടവിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ 5-6 പിള്ളേരെ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, മക്കളെ എന്താണ് ഉണ്ടായേ? അതേ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഒരാൾ വീണു, അതിന്റെ പുറകെ ഓരോരുത്തരായി വീണു. എവിടെ കാണിച്ചപ്പോൾ മുട്ടപ്പം പോലും വെള്ളമില്ലാത്ത ഇതിൽ വീണത്. ഞാൻ ചോദിച്ചു, മക്കളെ എന്താ സംഭവിച്ചേ? ആദ്യം വീണവനെ എഴുന്നേക്കാൻ പോലും എന്താ സംഭവിച്ചേ? ജീവിതത്തിൽ ഒന്ന് വീണ് പോയാൽ ചാടി എണീക്കാൻ പോലും അറിയില്ല. ഒരു പ്രതിസന്ധി വന്നപ്പോൾ പേടിച്ച് പകച്ചു പോയി. 2 ചെറുപ്പക്കാരൻ. എന്തൊരവസ്ഥയാണ് നമ്മൾ ചിന്തിക്കുക. ഇവരൊന്നും പറയുന്നില്ല. മക്കളെ നെഞ്ചോട് ചേർന്ന് നിൽക്കുക. നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് നടന്നെടുക്കുക.
പ്രായമാകുകയാണ്. കാഴ്ച നഷ്ടപ്പെട്ട്, കേൾവി നഷ്ടപ്പെട്ട്, ശരീരം ചുക്കിച്ചുളുങ്ങി വാർദ്ധക്യത്തിലേക്ക് പോകുന്ന നമ്മൾക്കൊക്കെ വാർദ്ധക്യകാലത്ത് നമ്മുടെ ശരീരം പകുത്തു നൽകിയ നമ്മുടെ മക്കൾ ഉണ്ടാവണം. മരുന്നായി ഉണ്ടാവണം, വസ്ത്രമായി ഉണ്ടാവണം, ഭക്ഷണമായി ഉണ്ടാവണം, വെള്ളമായി നമ്മുടെ മക്കൾ ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.